എന്നാൽ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പിനെ കുറിച്ച് ഉമ്മു സുലൈം ബീവി പറയുന്നു, ഹുവ മിൻ അത്യബി ത്വീബി യാ റസൂലല്ലാഹ്, അത് ഏറ്റവും വലിയ സുഗന്ധമാണ് നബിയേ. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വനർജൂ ബറകതഹു ലിസുലിയാനിനാ യാ റസൂലല്ലാഹ്, അങ്ങയുടെ വിയർപ്പ് ഞങ്ങൾ എടുത്തു വെക്കുന്നത് നബിയെ ഞങ്ങളെ കുട്ടികൾക്ക് അതിന്റെ ബറക്കത്ത് കിട്ടാനാണ്. ഞങ്ങളെ കുട്ടികൾക്ക് വല്ല അസുഖം ഉണ്ടാകുമ്പോ ഓർക്ക് തുറന്ന് കുട്ടിയിൽ നിന്ന് വിയർപ്പെടുത്ത് കുട്ടികളുടെ ശരീരത്തിൽ പുരട്ടിക്കൊടുത്താൽ അത് ഔഷധ വീര്യമുള്ളതായി മാറുന്നു, സുഖപ്പെടുന്നു രോഗം നബിയെ. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് പറയുമ്പോ നബി തങ്ങൾ എന്തേ പറഞ്ഞത്? ഉമ്മു സുലൈം, അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാനും നിങ്ങളെപ്പോലെ കേവലം സാധാരണ മനുഷ്യനല്ലേ, അതുകൊണ്ട് നിങ്ങൾ വിയർപ്പെടുത്താൻ മതി എന്നാണോ പറഞ്ഞത്? അല്ലേ അല്ല. അവിടെ നിന്ന് പറഞ്ഞതെന്താ? നിങ്ങൾ പറഞ്ഞത് സ്വഭാവമാണ്, ശരിയാണ്, സത്യമാണ്. എന്റെ വിയർപ്പിന് ഔഷധ ബീജമുണ്ട്, എന്റെ വിയർപ്പ് സുഗന്ധത്തെക്കാൾ വലിയ സുഗന്ധമാകുന്നു. അക്ബർ മൗലവി പറയുന്നതോ കേവലം സാധാരണ അറബി പയ്യൻ. ഞാൻ ചോദിച്ചോട്ടെ, കേവല അറബി പയ്യനാണെങ്കിൽ വേണ്ട, അക്ബറിന്റെ വിയർപ്പിനെടുത്തോളൂ, കുപ്പിയിലാക്കിക്കോളൂ. കുട്ടികൾക്ക് രോഗമുണ്ടാകുമ്പോ നിങ്ങൾ അല്പം കുപ്പിയിലാക്കാത്ത വിയർപ്പ്, അതായത് ഫ്രഷ് വിയർപ്പെന്നായിക്കോട്ടെ, അക്ബറിന്റെ ശരീരത്തിൽ നിങ്ങൾ വടിച്ചെടുക്കും, എന്നിട്ട് കുട്ടികളുടെ ശരീരത്തിൽ പുരട്ടിക്കൊടുക്കും, രോഗമുള്ള കുട്ടികളെ മൂക്കലോ കണ്ണിൽ ഒറ്റിച്ചെടുക്കും. ആ കുട്ടികൾ ആക്രമം വിളിച്ചാകാൻ പിന്നെ അധികം താമസം ഉണ്ടാവും. ചിന്തിച്ചു, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മനുഷ്യരാണെന്നത് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് കേവലം സാധാരണ അറബി പയ്യനാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട സഹോദരങ്ങൾ, ഇവരെവിടെയാണ്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ കയ്യിലുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹിബ്നു മൗഹിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹിന്റെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അരികിലേക്ക് താബിഈകളുടെ കാലഘട്ടത്തിലുള്ള സമ്പ്രദായം പറയുകയാണ്, രോഗമായാൽ ഒരു പാത്രം, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമത ബിഖദഹിൻ മിൻ മാഇൻ, ഒരു പാത്രം വെള്ളവുമായി പറഞ്ഞയക്കുകയാണ്. എന്തിന്? ഫകാന ഇലാ സാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ബുഇസ ഇലൈഹാ, ഉമ്മു സലമ ബീവിയിലേക്ക് രോഗമുള്ള ആളുകളൊക്കെ പാത്രം വെള്ളവുമായി പറഞ്ഞയക്കുന്നു. എന്തിനാ? ഉമ്മു സലമ ബീവിയുടെ അരികിലെ റസൂലുള്ളാഹിന്റെ മുടി, ആ മുടി മഹദി അവർകളെ വെള്ളത്തിൽ ഇങ്ങനെ ഇളക്കുന്നു, വെള്ളത്തിൽ തിളക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു, രോഗികൾ രോഗം ശമനമുണ്ടാകുന്നു എന്ന് പറയുന്നത് സാധുക്കളാണ്. ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയാണ്. വാറോളയാണെന്ന് പറയാൻ പറ്റൂല. മുജാഹിദ് പറയുന്നതോ റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം കുടിക്കുന്നവൻ അക്ഷരപൂജകനാണ്, അന്ധമില്ലാത്തവനാണ്, കഥയില്ലാത്തവനാണ്. ഇവരെവിടെയാണ് സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇവർ വിശ്വസിക്കുന്ന വിശ്വാസം എന്താണ്? നിങ്ങൾ ചിന്തിച്ചോളൂ. ഇനി കഴിഞ്ഞു. അക്ബർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ അറബി പയ്യൻ, 40 വയസ്സാകുന്നതിന് മുമ്പോ അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ അത്ഭുതങ്ങളാണ്. മുജാഹിദിന്റെ പുസ്തകമെടുത്തുണ്ട്, എന്റെ കൈവശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോഴും കൊച്ചു കുട്ടിയായിരുന്നപ്പോഴും ഒട്ടേറെ സവിശേഷതകൾ ഉണ്ടായിട്ടുണ്ട്. പഴയകാല മുജാഹിദുകൾ പഠിപ്പിച്ചു. ഇപ്പോൾ അവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ കേവലം അറബി പയ്യൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മക്കയിൽ ഉണ്ടായിരുന്ന ഒരു കല്ലിനെ കുറിച്ച് എനിക്കറിയാം. കാന യുസല്ലിമു അലയ്യ, ആ കല്ല് എന്റെ മേലിൽ സലാം പറയാറുണ്ടായിരുന്നു. ഒരു കല്ല് റസൂലിനോട് സലാം പറയാൻ എപ്പോ? റസൂൽ തന്നെ പറയുന്നു, ഞാൻ നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പായിരുന്നു. 40 വയസ്സ് തികയുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് കല്ലുകൾ സംസാരിക്കുന്നു. സഹോദരന്മാരെ, കല്ലുകൾ സംസാരിക്കുന്നത് സാധാരണ അറബി പയ്യന്മാർക്കുണ്ടാകുമോ? റസൂലുള്ളാഹി തങ്ങൾ എല്ലാ അർത്ഥത്തിലും അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്നിട്ട് മുജാഹിദ് നേതാവ് പറയുന്നതോ കേവലം ഒരു സാധാരണ അറബി പയ്യൻ. എത്ര ലാഘവം! നിങ്ങൾ ചിന്തിക്കണം. ഇതാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ വിശ്വാസം നിങ്ങൾക്ക് വെച്ച് പുലർത്തണമെന്നുണ്ടോ? നിങ്ങൾക്ക് മുജാഹിദാവാം. നിങ്ങളെ മക്കൾക്ക് വെച്ച് പുലർത്തണം നിങ്ങൾ ആശിക്കുന്നുവോ? നിങ്ങൾക്ക് മുജാഹിദാവാം, വഹാബിയാവാം. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഇസ്ലാമിക വിശ്വാസമല്ല.
ഇനി നിങ്ങൾക്കറിയണം, ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി ആര്? ഹുസൈൻ സലഫി. അയാൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. എന്താ പറയുന്നതെന്നറിയോ? ആ മനുഷ്യൻ പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ഖബർ ശരി, റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ മുകളിലുള്ള ജാറം, ആ ജാറത്തെ കുറിച്ച് അയാൾ പറയുന്നത് എന്താണ്? ആ ജാറം കള്ള ജാറമാണ് സുഹൃത്തുക്കളെ, കള്ള ജാറമാണ്. നിങ്ങൾ ചിന്തിക്കണം, വലിയ വാങ്ങിന്റെ കോലത്തിൽ ഇങ്ങനെ നീട്ടി സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുന്ന ഇത്തരം മൗലവിമാരുടെ ഷർറിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അയാൾ പറയുന്നുണ്ട് അത് കള്ളജാറമാണ് സഹോദരങ്ങളെ, കള്ളജാറമാണ്. ഞാൻ ആ പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇത് ഞങ്ങൾ കേരളത്തിലും പുറത്തും എല്ലായിടത്തും പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോ മൗലവി നാദാപുരത്ത് വന്നുകൊണ്ട് ഇരുത്തുകയാണ്. അതിന്റെ സൈനികനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ കുറിച്ച് ഞാൻ അങ്ങനെ കള്ളജാറമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടേ ഇല്ല. അതും ഞാൻ എന്നിട്ട് അതിന്റെ മറുപടി ഇല്ല, അതും ഒക്കെ കേട്ടോ. എല്ലാം രണ്ടാഴ്ച മുമ്പ് ഞാൻ മദീനത്ത് പോയപ്പോൾ കണ്ടത് അവിടെ എഴുതിച്ചിരിക്കുന്നത് നബിസല്ലല്ലാഹു കബറിന്റെ ഇവരുടെ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് എന്താ വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഈ സാധനം അല്ലാഹു വെറുതെ ഇറക്കിയതല്ല. ഇത് മുജാഹിദിനെ ഭൂമി ലോകത്തിൽ ഒഴിച്ചുകൂടാൻ വേണ്ടി തന്ന സാധനമാണ് അല്ലാഹു. അത് കുറച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെടും. ഞാൻ അതിക്കൊന്നും കടന്നു വരുന്നേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, മുജാഹിദിന്റെ ഏറ്റവും വലിയ മൗലവിയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇയാൾ ബാംഗ്ലൂർ ഇങ്ങോട്ട് വരാൻ കാരണം. അയാൾ പറയുന്നത് കള്ളജാറമാണ്. നിങ്ങൾ ചിന്തിക്കണം, ആ മുജാഹിദ് മൗലവിയുടെ വീടിനെ കുറിച്ച് അത് കള്ള വീടാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? അയാളുടെ ഓഫീസിനെ കുറിച്ച് കള്ള ഓഫീസ് എന്ന് പറഞ്ഞ ആൾക്ക് തൃപ്തി ഉണ്ടാകുമോ? നിങ്ങൾ ചിന്തിക്കണം ഇത്. എന്നാൽ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ശരീഫിനെ കുറിച്ചും ജാറത്തെ കുറിച്ചുമാണ് ഇയാളിൽ ലജ്ജയില്ലാതെ പറഞ്ഞിട്ടുള്ളത്. എന്താ? അത് കള്ളജാറമാണ്. ഇനി നിങ്ങൾക്ക് എന്താ അറിയാം? സഹോദരന്മാരെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. അല്ലാഹുവിന്റെ റസൂലിൽ ഇവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഒരു രൂപം നിങ്ങൾ മുജാഹിദുകൾക്ക് എന്താ കുഴപ്പം? ഇത് നിസ്സാര കേസല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇത് എന്റെ കയ്യിലുള്ളത് മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന നേതാവ് ഉമർ മൗലവി പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച ഉമർ മൗലവി എഴുതിയ പുസ്തകമാണ്. ഫൽസഫയിലാണ്. അതിൽ കാണാം കൊടിയ ചിറുക്ക് എന്ന പേരിൽ ഒരു ലേഖനം. കൊടിയ ചിറുക്ക്. ഞാനിത് വിശദീകരിക്കുന്നില്ല. എന്താണ് ഇയാൾ പറയുന്നതെന്നറിയാമോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് ഖബർ സിയാറത്ത് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നവൻ, അതെ നബി തങ്ങളുടെ അനുഗ്രഹം കാംക്ഷിച്ചു മദീനയിലേക്ക് പോകുന്നവൻ, അവൻ കൊടിയ ശിർക്ക് ചെയ്തവനാകുന്നു. സംശയിക്കണ്ട, നിങ്ങൾക്ക് ഇത് കടന്നു വരാം. മലയാളം ചെയ്യണം. നിങ്ങൾക്ക് വരാം. ഞങ്ങൾക്ക് ഇത് പൂഴ്ത്തി വെക്കേണ്ട ഒരു പ്രശ്നമില്ല. ഇതൊരു നാലാൾ അറിയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇയാൾ പറയുന്നത് നിങ്ങൾ മാന്യ വായനക്കാര് എന്താ വിഷയം എന്നറിയും? ഒരു അമേരിക്കക്കാരനായ ഒരു ഹാജി മദീനയിലേക്ക് സിയാറത്തിന് വന്നു. അപ്പൊ കേരളത്തിൽ ഇറങ്ങുന്ന ചന്ദ്രിക പത്രം, ബാംഗ്ലൂരിലുണ്ടാവും, ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്റർ, അവിടുത്തെ റിപ്പോർട്ടർ ഒരു ഇന്റർവ്യൂ നടത്തി മദീനത്ത് വെച്ച് ഇന്റർവ്യൂ നടത്തിയപ്പോ ചന്ദ്രിക പത്രത്തിൽ അച്ചടിച്ചു വന്ന ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് ഇയാൾ എഴുതുന്നത്. ആ ചന്ദ്രികയിൽ വന്ന പ്രസ്തുത വാചകം എന്താണ്? ബഹളമയമായ പാശ്ചാത്യ ലോകത്തിലെ 20 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിച്ചു വന്ന എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു പോയ ശാന്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിച്ചത്. ഇട പറയാനിരിക്കുന്ന ഒരു അമേരിക്കൻ തീർത്ഥാടകന്റെ പ്രതികരണമാണിത്. ഇതാണ് ഇപ്പൊ ചന്ദ്രികയിൽ വന്ന വാർത്ത. ഇതിനെക്കുറിച്ച് ഉമർ മൗലവി എഴുതുകയാണ്, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്.
ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്ക്. മലയാളമാണ്, ആർക്കും നോക്കാം. എന്താ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ നിന്ന് 2 മുസ്ലിം സുഹൃത്തുക്കൾ, ഒരു അബൂബക്കർ, ഒരു അബ്ദുള്ള, 2 പേര് മുസ്ലിം സുഹൃത്തുക്കൾ യാത്രയാവുകയാണ്. ഒരാൾ പോകുന്നത് എങ്ങോട്ടാണ്? ശബരിമലയിലേക്കാണ്, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക്. അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി അവിടെയുള്ള പ്രതിമയെ, അല്ലെങ്കിൽ അതുപോലെയുള്ള അവിടെയുള്ള ശിർക്കിന്റെ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം പോകുന്നത്. അവിടുത്തെ ബിംബത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഒരു അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി പോകുന്നതോ, അവൻ പോകുന്നത് മദീനയിലേക്കാണ്. എങ്ങോട്ട്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം കാംക്ഷിച്ച് തേടി, അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു വ്യക്തി അബൂബക്കർ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ബിംബാരാധനയ്ക്ക് വേണ്ടി, അബ്ദുള്ള പോകുന്നതോ മദീനയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി, തങ്ങളുടെ അനുഗ്രഹം കാംക്ഷിച്ച് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ 2 വ്യക്തികളിൽ വെച്ച് ഏറ്റവും കൊടിയ തെറ്റ് ചെയ്തവൻ, കടുത്ത ശിർക്ക് ചെയ്തവൻ, കൊടിയ ശിർക്ക് ചെയ്തവൻ ആരാണെന്നോ? സഹോദരങ്ങളെ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി ബിംബത്തിന് സുജൂദ് ചെയ്തവനോ, ബിംബത്തിന് ആരാധിച്ചവനോ അല്ല. പിന്നെയോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം തേടി മദീനയിലേക്ക് സിയാറത്തിന് പോയ അബ്ദുള്ള എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ ചെയ്തതാണ് കൊടിയ ശിർക്ക്, അവൻ ചെയ്തതാണ് കടുത്ത ശിർക്ക്. ഇതെഴുതി വെച്ചത് മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. നിങ്ങൾക്ക് മുജാഹിദ് ആകണോ? നിങ്ങളായിക്കോളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം തേടി മദീനയിലേക്ക് സിയാറത്തിന് പോകുക എന്നത് സഹോദരങ്ങളെ, ലോകത്തുള്ള വിശ്വാസികളുടെ എണ്ണത്തെയും ഒരു ആഗ്രഹമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിന്റെ അരികിൽ ചെന്ന്, റസൂലുള്ളാഹി തങ്ങളുടെ ആ ജാറത്തിന്റെ അരികിൽ ചെന്ന് അവിടെയുള്ള മനോഹരമായ പച്ചപ്പയും നോക്കി റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ഇങ്ങനെ സായുജ്യമടഞ്ഞിരിക്കുക എന്നത് ഏതൊരു വിശ്വാസിയെയാണ് ആനന്ദം കൊള്ളിക്കാതിരിക്കുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ? നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാ മുജാഹിദ് പറയുന്നതോ, റസൂലുള്ളാഹിന്റെ അനുഗ്രഹം തേടി നിങ്ങൾ മദീനയിലേക്ക് പോവുകയാണോ? ബിംബത്തിന് സുജൂദ് ചെയ്യുന്ന, ബിംബത്തിന് ആരാധിക്കുന്നതിലേറെ വലിയ പാപകമാകുന്നു. ഇത് നിങ്ങൾ മുജാഹിദാവണോ? നിങ്ങൾക്കാവാം. മുജാഹിദ് റസൂലുള്ളാഹിയെ കുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസമാണത്. നിഷേധിക്കാൻ കഴിയുന്ന ആർക്കെങ്കിലും? ഇത് മുജാഹിദിന്റെ ഉമ്മർ മൗലവി പണ്ഡിത സഭയുടെ പ്രസിഡന്റാണ് എഴുതി വെച്ചിട്ടുള്ളത്. സൽസബീൽ മാസികയാണ് എന്റെ കയ്യിൽ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഇവർ വിശ്വസിക്കുന്നത് ഇതാണെങ്കിൽ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ വിശ്വാസം ശരിയാണോ? ഞാൻ ഒന്നുകൂടി കാണിച്ചു തരട്ടെ. മുജാഹിദ് നേതാവ് സക്കരിയ സലാം, ഞാൻ പറഞ്ഞല്ലോ റസൂലുള്ളാഹിന്റെ ജാറത്തെക്കുറിച്ച് കള്ളജാറമെന്ന് പ്രസംഗിച്ച മൗലവി. എന്നാൽ മറ്റൊരു നേതാവ് ഒന്നുകൂടി വിശദീകരിച്ചു പറയുകയാണ്. സക്കരിയ സലാം സൂപ്പർ സ്റ്റാർ സ്ഥാപന. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന് മുകളിലുള്ള ലോക മുസ്ലിമീങ്ങളുടെ ശിലാ കേന്ദ്രമായി, സമാധാനത്തിന്റെ ചിഹ്നമായി പരിലസിക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിന് മുകളിലുള്ള പച്ച കുബ്ബയുണ്ടല്ലോ, ആ പച്ച കുബ്ബ കേരള നജുവത്തുൽ മുജാഹിദീന്റെ തഴുതിയുടെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്തടിപ്പടമാക്കുമെന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള മുജാഹിദിന്റെ നേതാക്കളാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? സക്കരിയ സലാം പ്രസംഗം നിങ്ങൾ കേൾക്കണം. ഇവർ ഏത് റസൂലിലാണ് വിശ്വസിക്കുന്നത്? ഇവർ വിശ്വസിക്കുന്ന പ്രവാചകന്റെ സ്വഭാവം എന്താണ് നാം ചിന്തിക്കേണ്ടതല്ലേ? ഇതൊരു ലാഘവത്തോടെ കാണേണ്ടതാണ്. ഇതൊരു നിസ്സാര വിഷയമാണോ സഹോദരങ്ങളെ? സക്കരിയ സലാം മുൻകട്ടെ, നിങ്ങളൊന്ന് കേൾക്കുക. ഇത് തെറ്റാണെന്നും യാറും മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ഖബർ കുന്നിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് പോലും വിളിപ്പിക്കുകയും അതിന്റെ നേരത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊപ്പം ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നജുവത്തുൽ മുജാഹിദീന്റെ സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇൻഷാ അല്ലാഹ് കേരള നജുവത്തുൽ മുജാഹിദീന്റെ സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട.
കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടുക. കേരളത്തിലുള്ള സുന്നികളൊക്കെ പറഞ്ഞ നന്നായി ഒന്ന് മൂത്രിച്ചാൽ ഒലിച്ചു പോകാൻ ഈ വർഗം ആകെ ഉള്ളൂ. എന്നിട്ട് അവർക്ക് സൗദിയുടെ ഭരണം കിട്ടുക. ഇങ്ങനെ സൗദിയുടെ ഭരണം പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം തന്നെ ഞങ്ങളുടെ പരിപാടി എന്താ? റസൂലുള്ളാഹിന്റെ ആ പച്ച കുബ്ബ ഞങ്ങൾ അടിച്ച് പൊളിച്ച് നിരപ്പാകും. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബർ മദീനത്തെ പള്ളിയുടെ പുറത്ത് കാക്കും. നിങ്ങൾ ചിന്തിക്കണം. ഇത് ചില്ലറ വിഷയമാണോ? നിങ്ങൾ ചിന്തിക്ക്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ പച്ച കുബ്ബ ലോക മുസ്ലിമീങ്ങളുടെ ശാന്തിയുടെ ചിഹ്നമായി പരിലസിക്കുന്ന ആ പച്ച കുബ്ബ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതാണ്. സഹോദരങ്ങളെ, കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും അവിടെ സിയാറത്ത് ചെയ്തവരാണ്. ആ പച്ച കുബ്ബ കണ്ടവരാണ്. അത് മനസ്സ് നിറയെ ആവാഹിച്ചെടുത്തവരാണ്. എന്നിട്ടോ അവർക്കൊന്നും തോന്നാത്ത ഒരു തൗഹീദാണ് കേരളത്തിലെ മുജാഹിദ് നേതാവിന് പറഞ്ഞത്. ആ പച്ച കുബ്ബ തകർത്ത് ചരിത്രമാക്കും ഞങ്ങൾ. ഇതാരാ പറയുന്നത്? ഈ രാജ്യത്തെ ജൂതന്മാരല്ല, ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളല്ല, ഇവിടെയുള്ള BHP അല്ല, ഇവിടെയുള്ള ബജ്രംഗളല്ല, ഫാസിസ്റ്റ് ശക്തികളല്ല. ഇത് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണെന്ന് നാഴികത്തിൽ 40 വട്ടം പറയുന്ന ഈ രാജ്യത്തുള്ള ഇരുകാലി വർഗമായ വഹാബികളാണ് എന്ന കാര്യം സഹോദരങ്ങളെ നിങ്ങൾ മറക്കരുത്. ഇവരേത് പ്രവാചകനാണ് വിശ്വസിക്കുന്നത് എന്നാണ് നമുക്കറിയാം. മുജാഹിദുകൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് മുകളിൽ ഒന്നുമില്ല, അത് ഉയർത്തിയിട്ടില്ല, അതിന് പുറപ്പില്ല, അവിടെ പച്ച തുണിയില്ല. അതൊക്കെ ഇവർ കള്ളത്തരം പറയുകയാണ് സുന്നികളുടെ മേലിൽ ആരോപിക്കാറുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞോട്ടെ, മുജാഹിദുകളുടെ ഇതുവരെയുമുള്ള ഈ ദുഷ്പ്രചരണത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് ഇതാ കാലം സാക്ഷി മുജാഹിദുകളുടെ വഹാബികളുടെ ഈ ദുർവ്യാഖ്യാനവും ഈ കളവും അതാ അടിച്ച് നിരപ്പാക്കിക്കൊണ്ട് ഏഷ്യാനെറ്റ് ഗൾഫ് ഈ വസ്തുത പുറത്തേക്ക് വിളിച്ചു പറയുന്നു. ഏഷ്യാനെറ്റിന്റെ ഗൾഫ് ന്യൂസിന്റെ റിപ്പോർട്ടർ, നിങ്ങൾക്കറിയില്ലേ, മക്കയിലുള്ള ഒരു ഫാക്ടറി പരിശുദ്ധ കഅബാലയത്തെ പുറത്തേക്ക് അവിടെ പോയ ആളുകൾക്കറിയാം. നമുക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും പോകാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആ കിസ്വ അത് നിർമ്മിക്കുന്നതിന് വേണ്ടി മക്കയിൽ സ്വന്തമായ ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ പോയി റിപ്പോർട്ട് ശേഖരിച്ച് അതിന്റെ വിശദാംശം പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ പറയുന്നു, ഈ ഫാക്ടറിയിൽ വെച്ചു തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് മുകളിൽ ഇടുന്ന പച്ച പുതപ്പ് അതുണ്ടാക്കലും ഈ ഫാക്ടറിയിൽ വെച്ചാകുന്നു. മുജാഹിദുകൾ പറയുന്നതോ അവിടെ ഖബർ ഉയർത്തിയിട്ടില്ല, ഖബറിൽ ഒന്നുമില്ല, പച്ചത്തുണിയില്ല, അതൊക്കെ ഇവർ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും വെച്ച് ഉണ്ടാക്കിയ ചിത്രങ്ങളാണ് മുജാഹിദ് പറയുന്നത്. ഇപ്പോൾ മുജാഹിദിന്റെ ആ ദുരാരോപണത്തിന്റെ ഈ മുനയൊടിച്ചിരിക്കുന്നു. അതും ശരിയല്ല എന്ന് കാലം തെളിയിക്കുകയാണ്. ഏഷ്യാനെറ്റ് വാർത്ത നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് കേട്ടാൽ മതി, കണ്ടോളന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലയത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബലാഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഖബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബിയുടെ ഖബർ പുതക്കാനുള്ള പച്ച തുണിയും
ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്. നോക്കൂ നിങ്ങൾ, മുജാഹിദുകളുടെ എല്ലാ ദുർവ്യാഖ്യാനത്തിലെയും മുനയൊടിക്കുകയാണ്. അവരിതുവരെ പറഞ്ഞ മുഴുവൻ കളവാണ്, കാലം തെളിയിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ, ആ കമ്പനിയുടെ പേരാണ് അവിടെ ഇതൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന തെളിവുകളാണ്. എന്നിട്ട് ഇവര് അല്ലാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കുന്നതിന് വേണ്ടി വളരെ മോശമായ രൂപത്തിലുള്ള പ്രയോഗങ്ങളും അതാണ് നടക്കുന്നതും ഇവിടെ പ്രചരിപ്പിക്കുന്നതും. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്നത് റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം അവരുടെ നിലപാടും ശരിയല്ല എന്നതുകൊണ്ടാണ്. ഇനി ഞാൻ പറഞ്ഞിട്ട് മറ്റൊരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യം ഞങ്ങൾ എതിർക്കാനുള്ള കാരണം, മുജാഹിദുകളല്ലാത്ത വിശ്വാസികൾ മുഴുവനും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്നാണ് മുജാഹിദുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത്, ഇവിടെ എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്നു. മുജാഹിദ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെയാണ്. പരലോകം എന്ന പുസ്തകത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുജാഹിദുകളുടെ നേതാവ് നിങ്ങൾക്കറിയാം, ഉമർ മൗലവി അല്ല സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഒപ്പുവെച്ച പുസ്തകമാണ് എന്റെ കയ്യിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അവർ പറയുന്നത് എന്താണ്? ആകയാൽ മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. അതായത് യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഒരു പ്രാവശ്യം പറഞ്ഞ 4 തവണ കാഫിറാകും. അപ്പൊ ഒരു കുത്തുനിയത്തിൽ നമ്മൾ 1000 തവണ, അപ്പൊ 1000 × 4 = 4000 തവണ കാഫിർ. എല്ലാ മാസത്തിലും കുത്തുനിയത്ത് നടത്തുന്നവരോ, എല്ലാ ആഴ്ചയിലും നടത്തുന്നവരോ, മുജാഹിദുകളുടെ കൈമലുള്ള സൂപ്പർ കാൽക്കുലേറ്ററിൽ കൊള്ളാത്ത അത്രയും സംഖ്യ കാഫിറായിട്ടുണ്ട്. പള്ളിയിലെ ഉസ്താദുമാരെ അതിന് പറയേണ്ട ദിവസവും തന്നെ വരും. ഇന്ന് അവിടെ നാളെ ഇവിടെ, പിന്നെ എത്ര തവണയാണ് കാഫിറാവുക? ഒരു മുജാഹിദുകൾ പറയുന്നു. കഴിഞ്ഞു നിങ്ങൾ നോക്കൂ, അവർ തന്നെ പറയുന്നു, ഈ നിലയിൽ വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? മുഹയ്യദ്ദീൻ വിളിക്കാൻ പറ്റും, റസൂലിനെ വിളിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറല്ലെങ്കിൽ പിന്നെ ലോകത്ത് കാഫിറുണ്ടോ? അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറല്ലേ വിശ്വാസക്കാരൻ. സുന്നികളായ നമ്മളൊക്കെ അബൂജഹലിനേക്കാളും ഭയങ്കര കാഫിറാണത്രേ. നിങ്ങൾ ചിന്തിച്ചോളി, മുജാഹിദിനെ ചിന്തിച്ചോളി, ഞങ്ങളൊന്നും പറയുന്നു. ഇത് മുജാഹിദ് പച്ചയായി എഴുതി വെച്ചതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ തന്നെയാകുന്നു. മുജാഹിദ് സുന്നികളായ നമ്മളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളായ മുസ്ലിമുകളാണത്രേ. ഞങ്ങൾ മുജാഹിദിനെ എതിർക്കുന്നത് ഇതുകൊണ്ടാണ്. കഴിഞ്ഞോ സഹോദരന്മാരെ, കാഫിറാക്കുക എന്ന് പറഞ്ഞാൽ മുജാഹിദിന് ഇത്ര താല്പര്യമുള്ള വേറൊരു വിഷയമില്ല. നോക്ക് നിങ്ങൾ, മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി എഴുതുന്നത് കാണൂ നിങ്ങൾ. ഒന്നുകൂടി കേട്ടോളി. മുഹയ്യദ്ദീൻ ശൈഖെ രക്ഷിക്കലെന്ന് തേടിയവർ കാഫിറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവരും കാഫിറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായിട്ട് 1000 മക്കൾ കാഫിറാകുന്നു. ഖുർആനിന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ കാഫിറാകുന്നു. അങ്ങനെയുള്ളവർ അസ്ലമെന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു. കാഫിറാക്കുന്നതിന്റെ ഒരു പരമ്പര തന്നെ. എന്നിട്ട് ഈ പേജിൽ ഇവിടെ തീർന്നു. അപ്പൊ മൂപ്പര് ബ്രാക്കറ്റിൽ വരെ ശേഷം വഴിയേ, അതിന് പേജ് തീർന്നിട്ടുണ്ട്. അടുത്ത ലക്കത്തിൽ കാഫിറാക്കൽ തുടരുന്നതാണ്. കാഫിറാക്കിയാൽ ഊതി തീരാത്തൊരു വിഭാഗം. നിങ്ങൾ ചിന്തിക്കണം, എത്രത്തോളം സുന്നികൾ പൊതുവിൽ മൊത്തത്തിൽ കാഫിറാണെന്ന് പറഞ്ഞിട്ട് ഊതി തീരാത്തത് കൊണ്ട് ഫൽസഫയിൽ മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ നേതാവ് പുറത്തിറക്കുന്ന പുസ്തകം ഇതിൽ പേരെടുത്ത് കാഫിറാക്കുകയാണ്. കണ്ടോ അങ്ങനെ കർഷിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങി കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞത്? ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ.
മരണപ്പെട്ടു പോയ ശംസുൽ ഉലമ അതുപോലെ KV കൂട്ടരാണ് രണ്ടുപേരുടെയും ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. സുന്നികളുടെ 3 നേതാക്കളാണ് ഇവർ. 3 ആളും മുശ്രിക്ക്. ഇവരെ പിൻപറ്റുന്ന ലക്ഷോപലക്ഷം വരുന്ന സുന്നികളും മുശ്രിക്കുകൾ തന്നെ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ രസം. ഇബ്ലീസ് വഴി മുജാഹിദ് ആഫീസിലേക്ക് ഇറങ്ങിയ അവസാനത്തെ ആയത്ത്. എന്താണ് ഇവർ പറയുന്നത്? സുന്നികളെ മുസ്ലിമാക്കുന്നതിൽ ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നമേ അവർക്ക്. AP ഗ്രൂപ്പാണെങ്കിലും എല്ലാ ഗ്രൂപ്പും കാഫിറാക്കുന്നതിൽ അവർക്ക് സമ. അതുകൊണ്ട് തന്നെ മുജാഹിദിനെ എതിർക്കുന്നതിന് സുന്നി AP ആയാലും ഇവിടെ ഞങ്ങൾ ഒറ്റ കെട്ടുവാണ്. മുജാഹിദ് എതിർക്കപ്പെടുക എന്ന കാര്യം ഒരു എതിർപ്പില്ല. നിങ്ങൾ നോക്ക്, മുസ്ലിമീങ്ങളെ മുസ്ലിമും കാഫിറുമാക്കിയിട്ട് കൂടി തീരാഞ്ഞ മുജാഹിദ് പറയുന്നത് ഇത് മുജാഹിദിന്റെ അലിമനാറാണ് പത്രം. ഇതിൽ പറയുന്നത് എന്താണെന്നറിയാം? നിങ്ങൾ സുന്നികളെ കൊല്ലണം. ഞാൻ വെറുതെ പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. വന്നോളൂ, ഉറപ്പുവരുത്തിക്കോളൂ. നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്തിനാണ് മുജാഹിദിനെ ഇത്ര രൂക്ഷമായ ഭാഷയിൽ പറയുന്നത്? ഇവിടെ ചിന്തിക്കുന്നവരുണ്ടാകും, ഞാൻ തീർത്തും സംശയിക്കുന്നു. അവരോടാണ് ഞാൻ പറയുന്നത്, സുന്നികളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ ബജ്റംഗളല്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുജാഹിദുകളുടെ മുഖപത്രമാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ വായിക്കാം എന്താ പറയുന്നത്. നേർച്ചകൾ എന്ന പേരിൽ ഒരു ലേഖനം. ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിധിയും വഴിപിഴച്ചവരുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപ്പെടുന്നത് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും. എന്താ പറഞ്ഞത്? മഖാമിലേക്ക് മഖ്ബറയിലേക്ക് നേർച്ച നേരം മപ്പുറം മഖാം. അതുപോലെ ഇവിടെ അവരുടെ മകരം അതിലേക്ക് ചെയ്യാൻ നേർച്ച നേരം. അങ്ങനെ ചെയ്യുന്നതിന് മുസ്ലിംകാണ് കാഫിർ. ഇത് പറയുന്നുണ്ട് അവൻ അവിശ്വാസിയും മുസ്ലിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. നോക്കിക്കോളൂ, അൽമനാറാണ്. അവനെ കൊല്ലൽ നിർബന്ധമാണ്. സുന്നത്തും കൂടിയല്ല, നിർബന്ധമല്ല. ഇത് മുജാഹിദിന്റെ മുഖപത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. പറയൂ, നിങ്ങൾ മുജാഹിദിനെ എതിർക്കണോ വേണ്ടേ? നിങ്ങൾ ഞങ്ങൾ ഇതാണ് പറയുന്നത്. ഈ പ്രസ്ഥാനം ഇവിടെ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന പ്രസ്ഥാനമാണ്. കേരളത്തിൽ മുജാഹിദുകൾ വന്ന് ചെയ്ത ഏറ്റവും വലിയ നേട്ടം കേരളീയ മുസ്ലിമീങ്ങൾ അല്ല, മുസ്ലിം ലോകത്തെ മൊത്തവും മുശ്രിക്കും കാഫിറാക്കി എന്നതാണ് മുജാഹിദുകൾ ചെയ്ത നേട്ടം. ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ വെറുതെ പറയല്ല. കേരളത്തിൽ എന്ന് മാത്രമല്ല, ലോകത്തുള്ള വിശ്വാസി ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സാണ് വിശുദ്ധ ഹജ്ജ് വേളയിൽ കഅബയുടെ പരിസരത്തിലെ 30-35 ലക്ഷം ജനങ്ങൾ അനൗദ്യോഗിക കണക്കനുസരിച്ച് ഹജ്ജ് ചെയ്തു. അല്ലെ? നാം മുജാഹിദിന്റെ നേതാവിന്റെ പ്രസംഗം ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയോ? അതിൽ ഒരു 5 ലക്ഷം ആളുകളെ തൗഹീദുള്ളവരുള്ളൂ. ബാക്കിയുള്ള 30 ലക്ഷം ജനങ്ങളും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, അബൂജഹലിന്റെ ആളുകളാകുന്നു. കേട്ടോളൂ, ഞങ്ങൾ കൊണ്ടാണ് മുജാഹിദുകളെ എതിർക്കാനുള്ള കാരണം. ഇത് ഇസ്ലാമിക പ്രസ്ഥാനമല്ല എന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട്? മനസാക്ഷിയുള്ളവരോടാണ് ഞാൻ പറയുന്നത്. അയാൾ പറയട്ടെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ നീളമുള്ള നാക്കിന്റെ ഉടമയാണ് ഈ മൗലവി. അയാൾ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല. പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാം. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാരവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ? അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജുണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ?
ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. ഒരു ഹജ്ജിന്റെ വേളയിൽ അവിടെ പോയിട്ട് കൃത്യമായിട്ട് കണക്കെടുത്ത് വന്നിട്ടുള്ള സംസാരം ഇത് അയാളെ ഭാര്യയോട് സ്വകാര്യം പറഞ്ഞതല്ല, മൈക്ക് കെട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. ലോകത്തുള്ള വിശ്വാസി ലക്ഷങ്ങൾ മുഴുവനും മുശ്രിക്കും കാഫിറുമാണെന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ഞങ്ങൾ വഹാബിസത്തിന്റെ തൊലിയുരിച്ചുകൊണ്ട് ഞങ്ങൾ ജനകീയ വിചാരണയ്ക്ക് അവരെ വിധേയമാക്കി ചോദിക്കുകയാണ്, ആരാണ് നിങ്ങൾക്ക് ഇതിന് അധികാരം? പല ഭാഗത്തും വെക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോ മുജാഹിദുകൾ എന്താ ചെയ്തതെന്ന് നേരത്തെ കായക്കുറമാരി അത് കളവ് പറഞ്ഞാണ് ഞങ്ങളെ പറ്റി അങ്ങനെ ഇല്ല, പച്ചക്കളവ്. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അതിൽ 5 ലക്ഷം മുസ്ലിംകാണ് കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. മുജാഹിദിന്റെ വലിയൊരു നേതാവിന്റെ അനസ് മൗലവി അയാൾ പറയുന്ന കേൾക്ക്, അതിന്റെ മറുപടിയും കേൾക്ക്, രണ്ടും കേൾക്കും. ഒന്ന് കേട്ടോളി. അയാൾ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, വിക്ഷേപിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, വിക്ഷേപിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, മറ്റേ മൂപ്പര് പറയുന്നത് മൂപ്പര് പറഞ്ഞു. അത് ശ്രദ്ധിച്ചോന്നാവോ? ആ ക്ലിപ്പ് എന്റെ കയ്യിലുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പൊ എന്താ കള്ളി സമയമില്ലാത്തതുകൊണ്ട്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു എന്ത് 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിനവിടെ എത്തുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, വിക്ഷേപിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ്, ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാണ്. ആ വാചകത്തിൽ തന്നില്ല, വിക്ഷേപിക്കാൻ കഴിയില്ല. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, അതാ ഞാൻ പറയുന്നത്. ഈ സാധനം നല്ലീനല്ല, ഇതിനും ഈ സാധനം ഉണ്ടല്ലോ, അത് മുജാഹിദിന്റെ ആഫീസ് കൂട്ടാനുള്ള സാധനം. ഞാൻ പറഞ്ഞുതരാം. ഇത് പറയുന്ന നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുശ്രിക്കുകളാണ് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഹജ്ജിനെത്തുന്ന, ഓരോ വർഷവും ഹജ്ജിനെത്തുന്ന 30 ലക്ഷം ആളുകൾ മുശ്രിക്കുകളാണ് എന്നാ മുജാഹിദ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇത് എതിർക്കപ്പെടേണ്ടതല്ലേ? ഇത് പറയാൻ ഇയാൾക്ക് ഒരു അർഹതയുണ്ടോ? അർഹതയില്ല. അയാളെ കൊണ്ട് തന്നെ ഞാൻ പറയാം. എന്റെ പ്രസംഗം ഞാൻ നിർത്തിയാണ്. അയാൾ തന്നെ പറയുന്നത് എന്താ? ഞാൻ ജർസിൽ പഠിച്ചിട്ടില്ല, ഞാൻ ജമിയത്തുൽ സെക്രട്ടറി അല്ല, ഞാൻ ആലിമല്ല, വിവരമുള്ള ആളല്ല, ഞാനൊരു നാടൻ മനുഷ്യനാണ്, പാടത്ത് പണിയെടുക്കുന്നവരാണ്, കരിങ്കല്ല് കോറിയിൽ കരിങ്കല്ല് ഏറ്റുന്നവനാണ്. ഇതെന്താ സാഹചര്യം? അയാൾ പറയുന്നത് അത് ഞാനും സഹോദരന്മാരെ, ഞാനും അദ്ദേഹം ഒരു ഖനന പ്രസംഗം നടത്തി. അതിന് ഞാൻ പ്രസംഗിക്കുമ്പോൾ മറുപടി പറയാൻ ആളെ കൊണ്ട് കൊണ്ടുവന്നപ്പോൾ അയാൾ പറഞ്ഞു, ചോദിച്ചിട്ടെന്താ എനിക്ക് കിട്ടണ്ടേ? ഞാൻ ദേശത്തിൽ പഠിച്ചിട്ടില്ല, ഞാൻ വിവരമുള്ള ആളുകൾ ആരും അല്ല, ഞാൻ പാടത്ത് പണിയെടുക്കുന്നവനാ, കരിങ്കല്ല് പോയിരിക്കുകയാണ്. നിങ്ങൾ കേട്ടോളി. അയാൾ പറയാൻ ഞാൻ എന്റെ ഭാഷ പഠിപ്പിച്ചല്ലോ, എനിക്ക് സന്തോഷമല്ലോ. കാരണം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആദിമ ജമിയത്തുലുള്ള സെക്രട്ടറി അല്ല. നിങ്ങൾ മനസ്സിലാക്കില്ല, ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കയറിയിരുന്ന ഒരു നാടൻ മനുഷ്യനാണ്. കണ്ടില്ലേ? ഞാനൊരു നാടൻ മനുഷ്യനാണ്, പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കോരിയിരുന്ന നാടൻ മനുഷ്യനാണ്. പാടത്ത് പണിയെടുക്കുന്നതിനോ കരിങ്കല്ല് കോരിയിൽ കരിങ്കല്ലേക്കുന്നത് നമ്മളൊന്നും എതിരല്ല. പക്ഷേ ഈ പാടത്ത് പണിയെടുക്കുന്നവരും കരിങ്കല്ല് കോരിയിൽ കരിങ്കല്ലേറ്റുന്നവരും താടിയും നീട്ടികളിൽ വന്നിട്ട് ലോക മുസ്ലിങ്ങളൊക്കെ മുസ്ലിക്കാണ് കാഫിറാണെന്ന് പറയാൻ ഇയാൾക്ക് ആരധികാരം കൊടുത്തത്? അതിനുള്ള സർട്ടിഫിക്കറ്റ് കരിങ്കല്ല് കോരിയിൽ കൊടുക്കുന്നുണ്ടോ? അതിന് പാടത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇതാ ഞങ്ങൾ പറയുന്നത്. പടച്ച തമ്പുരാൻ നിങ്ങൾ അവിടെ ഇതൊക്കെ പറയിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നുണ്ട്, ഇയാളെ പ്രസംഗത്തിൽ എന്താ സംഗതി, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളെ എന്നെ നിങ്ങൾ വിശ്വസിക്കരുതേ. അവരെ കൊണ്ട് അല്ലാഹു
പറയിപ്പിക്കാം. ജനങ്ങളെ നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, ഒരാളുകളെ വിശ്വസിക്കരുത്. എന്താ കാരണം അറിയും? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ വിശ്വസിക്കരുത്. പറയട്ടെ ശരിക്കും വിശ്വാസികളെ, മുസ്ലിങ്ങളെ ഒരാളുകൾ വിശ്വസിക്കരുത്, ഇല്ലെങ്കിൽ വിശ്വസിക്കരുത്. ഒരാളുകൾ വിശ്വസിക്കരുത്, ഇല്ലെങ്കിൽ വിശ്വസിക്കരുത്. ഒരാളുകൾ വിശ്വസിക്കരുത്. എന്തുകൊണ്ടറിയോ? അതോടെ പറഞ്ഞു തന്നെ വിശുദ്ധ ഖുർആൻ ആ കാര്യം സത്യവിശ്വാസികൾ വിളിച്ചു പറഞ്ഞു. മിക്ക പണ്ഡിതന്മാരെ നമ്പരുത് കേട്ടോ. അത് പഠിച്ചോന്റെ വചന അല്ല പറയാ ഭൂരിപക്ഷം പണ്ഡിതന്മാരെ സത്യമായ ഭൂരിപക്ഷം പണ്ഡിതന്മാർ ചതിയന്മാരാണ്. അവരെ നമ്പരുത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെങ്ങൾ വിശ്വസിക്കരുത്. അതായത് ഞാൻ വിഭാഗത്തിൽപ്പെട്ടതാണ്, ചതിയന്മാരിൽപ്പെട്ടവരാണ്. വിശ്വസിക്കരുത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ കറാമത്തല്ല. ഇത് അല്ലാഹു തആല അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് വേറെ അതിലെ രസമുള്ള പുറത്ത് കേൾപ്പിക്കാം. വേറൊരു മൗലവി പറയുന്നത് എന്താണെന്നറിയോ? മൊട്ടയടിച്ച ആള് കാഫിറാകുന്നു. മുടിയളച്ച കാഫിറാണ്. നമ്മളെ നാട്ടിൽ എത്ര ബാർബർമാരുണ്ട്, അവരൊക്കെ കാഫിറാകുന്ന പയ്യാറ് പറഞ്ഞില്ല. മൊട്ടയടിക്കൽ കുഫ്രിയത്താണ്. അതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് രസാവഹമായ ഒരു സംഗതി കാണിച്ചുതരാം. എന്താ അറിയും? ഈ പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ മൗലവി തന്നെ ഗൾഫിലേക്ക് എത്തിയപ്പോ മൊട്ടയടിച്ച് നല്ലോണം ക്ലിയർ ആക്കി ഇങ്ങനെ തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അല്ല അതിന് കിട്ടാതെ സ്വഭാവം നെറി പറഞ്ഞത് കണ്ടോ? അത് ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മൊട്ടയടിച്ചിട്ട് മറ്റേ മൂപ്പര് പറയാ എന്ത് ചെയ്യാനാ കുഫ്രിയത്താ, അത് കാഫിറാകും. അതിന് കിട്ടാതെ സ്വഭാവം പറഞ്ഞത് തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. ഇല്ല അല്ല അതിന് കിട്ടാതെ സ്വഭാവം നെറി പറഞ്ഞത്. ഇത് വേറെ രണ്ട് നേതാക്കൾ മൂസ മൗലവിയും മുഹമ്മദ് അമാനി മൗലവിയും മൊട്ടത്തേങ്ങയോളം വലിപ്പമുള്ള രണ്ട് മുട്ടകളാണ്. ഇയാള് പറഞ്ഞെന്താ? തല മൊട്ടടിക്കൽ തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. കണ്ടോ? ഇല്ല അല്ല അതിന് കിട്ടാതെ സ്വഭാവം നെറി പറഞ്ഞത്. എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങളെ നേതാക്കളാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് ഇതാണ് പറച്ചിലൊന്നും വേറെ ചെയ്യരുത്. ഇയാളുടെ വേറെ രസം ഞാൻ കേൾപ്പിച്ചാൽ എന്താണെന്നറിയുമോ? കുറെ നേരമായി നമ്മൾ കാര്യം തന്നെ കേൾക്കും. വേറൊരു തമാശ കേൾപ്പിച്ചാൽ ഇയാൾ പറയുന്നുണ്ട് കെ.പി. അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറഞ്ഞാൽ മുജാഹിദ് ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ, സംസ്ഥാന ഡയറക്ടർ ആയിരുന്നു. ഇയാൾ കോഴിക്കോട് ടാഗോർ ഹാളിലോ മറ്റോ ക്ലാസ് എടുത്തപ്പോ കുപ്രസിദ്ധനായ വ്യക്തിയാണ്. റമളാൻ മാസത്തിൽ ക്ലാസ് എടുത്തപ്പോൾ അയാൾ പറഞ്ഞറിയോ? നോമ്പ് കൂടി അല്ലെങ്കിൽ ഒരു ഗുളിക കഴിച്ചതൊന്നും നോമ്പ് കൂടിയില്ല. ഒരു ഗുളികക്കളി കഴിച്ചതൊന്നും പകൽ സമയത്ത് കഴിപ്പിച്ചതൊന്നും നോമ്പ് കൂടിയില്ല. നോമ്പൊക്കെ ആകുമ്പോൾ ഒരു ആനക്കുട്ടിലൊക്കെ വീഴ്ചയിലല്ലേ എന്നുള്ള വീഴ്ച. ഇനി നിങ്ങൾ നോക്ക്, അയാൾ പറയാണ്. എന്താ പറയുന്നത്? അയാൾ ഈ പണ്ഡിതന്മാരുടെ തലപ്പാവ് പരിഹസിക്കുകയാണ്. തലീകട്ടുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അത് പാറി പോകാതിരിക്കാൻ കിട്ടിയതാണ് എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, നമുക്ക് എതിർപ്പില്ല. കേൾക്കണം. അതോടൊപ്പം ഞാൻ സ്ക്രീനിൽ കുറെ ആൾക്കാരുണ്ട്. അതാരാന്ന് മുജാഹിദുകളുടെ ആശയ സ്രോതസ്സായി പരിചയപ്പെടുത്തപ്പെട്ടവരും അവരുടെ നേതാക്കളുമായ മുഴുവൻ ആളുകളും ഇബ്നു തൈമിയ്യ മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും തലപ്പാട് ധരിച്ചവരാണ്, തൊപ്പി ഇട്ടവരാണ്. തൊപ്പിയുടെ നേരെ തലപ്പാട് കെട്ടിയവരുമുണ്ട്, തൊപ്പി മാത്രം ഇട്ടവരുണ്ട്. ഇയാള് പറയുന്നത് ആ തലീകെട്ടിനുള്ളിൽ ഒന്നുമില്ല. കേട്ടോളി, അയാൾ പറയട്ടെ. ആ തലക്കെട്ടുണ്ടല്ലോ അത് കിട്ടി കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കെട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ബെയ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. മനസ്സില്ല, സാധനം പാറിപ്പോടക്കറേ. ആ തലക്കെട്ടുണ്ടല്ലോ അത് കിട്ടി കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ദൈവോടക്കറേ. ആ തലക്കെട്ടുണ്ടല്ലോ അത് കിട്ടി കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ കിട്ടി. സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ദൈവം ഒക്കെ ഉണ്ട്. സാധാരണ രണ്ട് മീറ്റർ ഒരു 10 മീറ്റർ കൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്.
പക്ഷെ എന്ത് ചെയ്യാനാ അതിനുള്ളിൽ ഒന്നുമില്ല. അതിനുള്ളിൽ ഒന്നുമില്ല. സാധനം പാടിപ്പോടക്കറേ ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ. മനസ്സില്ല. സാധനം പാറിപ്പോടക്കറേ ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ. മനസ്സില്ല. സാധനം പാറിപ്പോടക്കറേ ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. ചിലവര് സാധാരണ നമ്മൾ മേശപ്പുറത്ത് സാധനം വെച്ചാൽ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ. മനസ്സില്ല. സാധനം പാറിപ്പോടക്കറേ ആ തലേക്കെട്ടുണ്ടല്ലോ അതിലിട്ട് കഴിയും. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. കുറെ ആൾക്കാർ പക്ഷെ എന്ത് ചെയ്യാനാ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ആ തലകെട്ടല്ലേ ഇങ്ങനെ പാടി തൊപ്പി മാത്രമേ ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഞാൻ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. ഇവിടെ വന്നപ്പോഴുള്ള പോലല്ലത് ഗൾഫിലെത്തുമ്പോഴുള്ള പോലെ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ സംസ്ഥാന സെക്രട്ടറിയാ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഗട്ടിയാന്ന് നമുക്കറിയാം. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. ഗൾഫിലെത്തിയപ്പോ സൂഫിയാക്കളെ നേതാവായിട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാനാ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അതുകൊണ്ട് പാറി പോകാണ്ടൊക്കെ ഗട്ടിയാന്ന് നമുക്കറിയാം. കേട്ടപ്പോൾ എന്താ മനസ്സിലായി. ഞാൻ നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങനെ കഥയില്ലാത്തവരാണ് ഇവരാണ്. ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുസ്ലിങ്ങളാണ്, കാഫറുകളാണ് എന്ന് പറയുന്നത്. എന്താ കാരണം അറിയോ സഹോദരങ്ങളെ? ഞാൻ അതാണ് എന്റെ വിഷയം. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. എന്താ കാരണം അറിയോ? നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ടാണോ? അല്ല. നോമ്പനുഷ്ഠിക്കാത്തത് കൊണ്ടാണോ? അല്ല. സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടാണോ? അല്ല. പള്ളി പോകാത്തത് കൊണ്ടാണോ? അല്ല. അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി വഫാത്തായ നബി തങ്ങളെ നമ്മൾ വിളിക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. വിളിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ മുസ്ലിമാണ്, കാഫിറാണ്. വിളിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ മുസ്ലിമാണ്, കാഫിറാണ് എന്ന് പറയും. നിങ്ങൾ നോക്ക്, മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന നമ്മളൊക്കെ ഉരുവിടുന്നൊരു മൗലിദുണ്ട്. ആ മൗലിദിൽ ഒരു വരിയും വിളിച്ച് സഹായം ചോദിക്കുന്ന വരിയും എന്താണ്? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഒരു വരിയുണ്ട്. ആ വരിയെ കുറിച്ച് മുജാഹിദുകൾ എന്താണ് പറയുന്നതെന്നോ? കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ലഘുലേഖയാണിത്. ഈ വരി പ്രത്യേകം ചേർത്തുകൊണ്ട് പറയുന്നത് എന്താണ്? ഇത് ചെല്ലുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ്, അവൻ നരകത്തിലേക്ക് പോകുമെന്ന് സഹോദരങ്ങളെ. മങ്കൂസ് മൗലിദ് ഓതുന്നവൻ നരകത്തിലാണ്, കുഫറിലാണ്, ഇസ്ലാമിലാണെന്ന് പറയുന്നത് മുജാഹിദുകളാണ്. ഇത് ആരൊക്കെയാണ് ചെല്ലുന്ന? നമ്മൾ മാത്രമാണോ?
ആണോ 500-600 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ ആ മൗലൂദ് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കിയവൻ മുശ്രിക്കായില്ലേ? അവിടെ അങ്ങോട്ട് കഴിഞ്ഞ 400 വർഷം ജീവിച്ച പഞ്ചന്മാർ മുഴുവനും അത് ചെല്ലിയവർ മുഴുവനും കാഫിറുമാണ്. എത്രത്തോളം മുജാഹിദുകൾ പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നത് കൊടിയ ശിർക്കാണ്, തൊട്ടുകാണിക്കാൻ പറ്റുന്ന ശിർക്ക്. മുജാഹിദ് പറയുന്നത് നിങ്ങളൊന്ന് ആദ്യം വിളിച്ച് പരസ്യമായി പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടാണെന്ന് പറയിക്കുന്ന കടുത്ത ചിർക്ക്, തൊട്ട് കാണിക്കാവുന്ന ചിർക്ക്. നിങ്ങളാണോ ഞങ്ങൾ നവീകരണം പറഞ്ഞ് ആക്ഷേപിക്കുന്നത്? കുബൂരികളെ ഇതിലും വലിയ ചിർക്കുണ്ടോ ലോകത്ത്? കണ്ടോ, ഇതിലും വലിയ ശിർക്കുണ്ടോ ലോകത്ത്? ഏറ്റവും വലിയ റസൂലുള്ളാഹിനെ വിളിച്ചു ചെല്ലുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മങ്കൂസ് മൗലിദിലുള്ള ആ വരി തന്നെ ചൊല്ലിക്കൊണ്ട് പറഞ്ഞു. എന്തിനേറെ സർവലോക രക്ഷിതാവിന്റെ സന്ദേശം ഈ സമൂഹത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിക്കുവാൻ വേണ്ടി, ഈ ഒരു സന്ദേശം ആളുകളിൽ എത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയ, പ്രയാസങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, യാ സയ്യിദ സാദാത്തി ജീതുക ഖാസിദ അർജൂ ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അങ്ങേ ഉദ്ദേശിച്ചുള്ള വരിയാണ്. അത് എഴുതിക്കൊണ്ട് പറയുന്നത് മുശ്രിക്കാണ്, കാഫിറാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നേരത്തെ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചു, 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം ഇല്ല, ഇവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും ഒരു പണ്ഡിതൻ സഹായം ചോദിക്കുന്നവൻ കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ മുജാഹിദുകൾക്ക് ആകെയുള്ളത് എന്താണെന്നറിയോ? മറ്റു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനും. കഴിഞ്ഞ ലക്കം ഇർഫാദ് മാസിക, അൽ-ഇർഫാദ് മാസിക, ആ അൽ-ഇർഫാദ് മാസികയിൽ സഹോദരങ്ങളെ ഒരു അബദ്ധം കിടന്നു. അതായത് അല്ലാഹുവിന്റെ റസൂലിനെ മറികടന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ത് അവകാശം എന്ന രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ അൽ-ഇർഫാദ് മാസികയിൽ വന്നിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിൽ മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് എത്രയോ ദിക്കുകളിലും അവർ പറഞ്ഞത് ആ പ്രയോഗമാണ്. ഞാൻ പറയുന്നു, അന്നേ ഞങ്ങൾ പറഞ്ഞു അതൊരു മിസ്റ്റേക്കാണ്, ഒരു അബദ്ധമാണ്. ഈ ലക്കം അൽ-ഇർഫാദ് മാസികയാണിത്. നിങ്ങൾ നോക്ക്, അൽ-ഇർഫാദ് മാസിക, ഈ അൽ-ഇർഫാദ് മാസികയിൽ അത് തിരുത്തിയിരിക്കുന്നു. അവർ തന്നെ പറഞ്ഞു, ഖേദിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ വസീല, ലേഖനത്തിൽ തെറ്റുദ്ധാരണ വഴി എന്ന് പറഞ്ഞ് ബഹുമാന്യരായ പേരോട് റഹ്മാൻ സഖാഫിയുടെ വിയോജനക്കുറിച്ച് ലേഖനം. പിന്നെ പത്രാധിപ സമിതി തന്നെ പറയുന്നു, ഖേദിക്കുന്നു. അൽ-ഇർഫാദ് മാസിക 2007 ഡിസംബർ ലക്കത്തിൽ ശാന്തപുരം എഴുതി ഭാഷാന്തരം ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയുടെ വസീല എന്ന ലേഖനത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ചില പരാമർശങ്ങൾ ലേഖനത്തിൽ വന്നതായി ധാരാളം സുന്നി പണ്ഡിതരും ഇർഫാദ് ബന്ധുക്കളും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സൗഹൃദ മുഖ്യാവധി കാണിച്ച പ്രസ്ഥാന ബന്ധുക്കൾക്ക് നന്ദി അറിയിക്കുന്നു. അബദ്ധങ്ങളുള്ള ലേഖനം ഏകീകരിച്ചു പോയതിൽ നിർവ്യാജ്യം ഖേദിക്കുന്നു. ഈ ലക്കത്തിൽ ബഹുപേരോടെ നൽകിയ വിശദീകരണം ശ്രദ്ധയോടെ വായിച്ച് പ്രസ്തുത ലേഖനത്തിൽ വന്ന അബദ്ധങ്ങൾ തിരുത്തി മനസ്സിലാക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അബദ്ധം വന്നതാണ് തിരുത്തണം. അത് ലേഖനം എഴുതി അയാളെ അബദ്ധം വന്നു വിവരമുള്ളവർ പറഞ്ഞു തിരുത്തും ചെയ്യും. ഇത് മുജാഹിദ് കൊണ്ട് ഇത് വലിയ കാര്യമായി എടുത്തു പറയുന്ന ഇല്ല. മറ്റൊന്ന്, പ്രാർത്ഥന അല്ലാഹു അല്ലാഹു നിർവഹിക്കുന്നു. പ്രാർത്ഥന ആരാധനയാണ് മുജാഹിദ് പറയുന്നു. ഞാൻ വിശദീകരിക്കാൻ സമയമില്ല. സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന അല്ലാഹു അല്ലാഹുവോട് സുന്നികൾ നിർവഹിക്കുന്നേയില്ല. ആരാധന അല്ലാഹുവിന് മാത്രമേ സുന്നികൾ നിർവഹിക്കുന്നുള്ളൂ, സമർപ്പിക്കുന്നുള്ളൂ. അല്ലാത്ത മറിച്ചുള്ള ആരോപണങ്ങളൊക്കെ സുന്നികളുടെ മേലിൽ വെച്ചുകെട്ടിയതാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത്, പൂർവീകരാരും അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ മുജാഹിദുകാർ പറയാനുള്ള തെളിവ്
അവർ വിശുദ്ധ ഖുർആനിനെ ദുരുപയോഗപ്പെടുത്തുകയാണ്. അവർ പറയുന്നത് ഖുർആൻ വിരുദ്ധമാണ്, അത് ഹദീസിന് വിരുദ്ധമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഖുർആനും ഹദീസും നമ്മൾ ധാരാളം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ളതാണ്. മുജാഹിദുകളെ വെല്ലുവിളിക്കുന്നത് കാണുകയും എന്താണ് വിഷയം? മുജാഹിദുകളുടെ മടങ്ങു ഗ്രൂപ്പിനെ വെല്ലുവിളിക്കുക. അയാൾ പറയുന്നു ഖുർആൻ വിരുദ്ധമാണ്. അപ്പൊ ചെലോര് പറയുന്നു ഈ ഖുർആൻ ഇവർക്ക് മാത്രം കിട്ടിയതാണോ? 14 നൂറ്റാണ്ട് കാലം എങ്ങനെയാണോ അവരൊക്കെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കേണ്ടതല്ലേ? ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖുർആനിനെതിരല്ലേ? ഈ ഖുർആനിനെതിരാണെന്ന് അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല. 13 നൂറ്റാണ്ട് കഴിഞ്ഞു പോയ ഈ സമുദായത്തിലെ ഇമാമുകൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ ഒന്നും ഖുർആനിനെതിരെ മനസ്സിലായില്ല. ഇവർക്ക് മാത്രമേ 4 മുർത്തത്തിയർക്കപ്പോ ഖുർആൻ മനസ്സിലായത്. ഇവർക്ക് 4 മുസ്ലിംകൾക്ക് മാത്രമേ ഖുർആൻ മനസ്സിലായുള്ളൂ. ഈ 14 നൂറ്റാണ്ട് കാലം ജീവിച്ച പണ്ഡിതർ ഇതേക്കുറിച്ച് പറഞ്ഞു. നോക്കേണ്ടതല്ലേ ഹദീസുകളെ കുറിച്ച്? ഒരു ഹദീസിന് കാണുമ്പോ ഒരൊറ്റ തട്ട് പുറങ്കാലുകൊണ്ട് 13 നൂറ്റാണ്ട് പിന്നിട്ട ഈ സമുദായത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുഹദ്ദിസുകളും പണ്ഡിതന്മാരും ഈ ഹദീസിനെ എങ്ങനെയാണ് സമീപിച്ചത് എന്നെങ്കിലും ചിന്തിക്കുവാനുള്ള ഒരു സന്മനസ് ഇവർക്കുണ്ടാകുന്നില്ല എന്ന് മാത്രം ഒരൊറ്റ തട്ടങ്ങോട്ട് തട്ടുകയാണ്. കേട്ടില്ലേ? കഴിഞ്ഞ കാലത്തുണ്ടായ ഹദീസ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നോക്കേണ്ടതല്ലേ? ഞങ്ങളും പറയുന്നതാണ് എന്ത് നിലപാട് സ്വീകരിച്ചു നോക്കേണ്ടതല്ലേ? ഇനി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നിലപാടിനെ അയാൾ പറയുന്നു എന്ന് കേൾക്കുന്നു. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടേതോ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഞങ്ങളും ചോദിക്കുന്നതല്ലേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവരൊക്കെ പറഞ്ഞ സംഗതി എന്താണ്? അതിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യമുണ്ടോ? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം എടുത്ത് വരുമ്പോ സഹോദരങ്ങളെ, സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചവരാണ്, താബിഈകൾ റസൂലുള്ളാഹിനെ വിളിച്ചവരാണ്, തബഉ താബിഈകൾ എല്ലാവരും റസൂലുള്ളാഹിനെ വിളിച്ചവരാണ്. നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുകയാണ്. തന്റെ കാല് കോച്ചി വലിഞ്ഞു വേദനിച്ച് ബുദ്ധിമുട്ടായപ്പോൾ ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. അവിടുന്ന് പറഞ്ഞു, യാ മുഹമ്മദു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ നിങ്ങൾ സഹായിക്കണമേ എന്ന് സഹാബിയായ പ്രതിസന്ധി ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിച്ചു എന്ന് പറയുന്നത് ഇമാം ബുഖാരി തന്റെ അൽ-അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിലാണ്. ഇമാം ബുഖാരി പറയുന്നുണ്ട്, ഒരാളുടെ കാല് കോച്ചി വലിഞ്ഞ് വേദനിച്ച് വിഷമിച്ചാൽ അവനെ എന്താണ് പറയേണ്ടത് എന്താ? വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിക്കണം. ഇമാം ബുഖാരി തന്റെ അൽ-അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരങ്ങളെ, ഇവരൊക്കെ ഖുർആൻ അറിയാത്തവരാണോ? ഇവർ സുന്നത്ത് അറിയാത്തവരാണോ? ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നു. ഒട്ടേറെ സഹാബികളെ നേരിൽ കണ്ടവരാണ്. ഹിജ്റ 150 വഫാത്തായവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയുന്നത് എന്താ? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ലിമാക ഫഅഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിത് അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. ഇത് പറഞ്ഞു ഇമാമുൽ ആദം അബൂ ഹനീഫ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? ഇവർക്ക് ഖുർആനും സുന്നത്തും അറിയാത്തവരാണോ? സഹോദരന്മാരെ, കഴിയില്ല. ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വെള്ളി നക്ഷത്രമാണ്. 3 ലക്ഷത്തോളം ഹദീസ് അറിയുന്ന വ്യക്തിയാണ്. സഹീഹുൽ ബുഖാരിക്ക് വിശദമായ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതരാണ്. അവരുടെ ജീവാൻ എന്ന ഗ്രന്ഥം റസൂലുള്ളാഹിനെ വിളിച്ച് പറയുന്നു. വഫാത്തായിട്ട് 700 വർഷം പിന്നിട്ടതിന് ശേഷം റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താ? യാ സയ്യിദർ റസൂലില്ലദീ ഫാറൽ വറാ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ. നേതാക്കളുടെ നേതാവായ നബിയേ,
മുർസലുകളുടെ നേതാവായ നബിയേ ഹാദി വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിവലായികും മിൻ യൗമ കാന വലീദാ. ഞാൻ അങ്ങയോട് വളരെ വിനയ പുരസ്സരം ആവശ്യപ്പെടുന്നു നബിയേ. എന്താണെന്നോ യർജൂ ബികൽമഹ യസ്തഈദ വബഅതഹു ബഅദൽ മമാതി ഇലൽ നഈമി ശൈദാ. നബിയെ ആഖിറത്തിലെത്തുമ്പോ തങ്ങൾ വിജയശീലാളിതരായി എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം നബിയേ. വഫാത്തായ നബി തങ്ങളെ വിളിച്ച് സഹായം ചോദിക്കാണ്. ഇവിടെ പ്രസംഗിച്ച സ്ഥലത്തിലും വന്ന് കാര്യമായി പിടികൂടിയതേതാ? റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നതിനെ കുറിച്ചാണ് അല്ലേ? ഇവരൊക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് ഇസ്തിഗാസ ചെയ്യുക ശിർക്കാണെന്ന് ഖുർആനും പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയവരാണോ അല്ലേ? നിങ്ങൾ ഇത് വ്യക്തമാക്കണം. ഇവർക്കൊന്നും ഖുർആൻ തിരിച്ചില്ലേ? ഇവരൊക്കെ ഹദീസ് പഠിച്ചവരല്ലേ? സഹീഹുൽ ബുഖാരിക്ക് വിശദമായ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി എഴുതിയ പണ്ഡിതനാണ്. മുജാഹിദുകളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇദ്ദേഹത്തെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവർ ഖുർആനും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഖുർആനിലും സുന്നത്തിലും റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല എന്നൊരു നിയമമില്ല. സഹോദരങ്ങളെ, അത് മാത്രമല്ല ഒട്ടേറെ പണ്ഡിതന്മാർ പലരും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുമല്ല, ബഹുമാനപ്പെട്ട ഇബ്നു ദംലക്കാനിയുടെ അതിൽ കാണാം റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുകയാണ്. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാതൊരു കഴിവുമില്ലെന്നും റസൂലുള്ളാഹി തങ്ങൾക്കൊന്നും കേൾക്കാൻ കഴിയില്ലെന്നും പറയുന്നവർ ഇത് മനസ്സിലാക്കണം. ഈ പണ്ഡിത മഹത്തുക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പറയുന്നത് നോക്ക് നിങ്ങൾ. യാ സയ്യിദി യാ റസൂലല്ലാഹി യാ يا من ألوذ به إن زلت القدم. കാലുകൾ വഴുതി വീഴുന്ന ഖിയാമത്ത് നാളിൽ എനിക്ക് അഭയം പ്രാപിക്കാനുള്ള എന്റെ പ്രത്യാശയായ നബിയേ അസ്കൂ ഇലൈക ദുനൂബൻ അൻത തഅലമുഹാ ഇല്ലം തകുൻ മുദ്രികീ തങ്ങൾ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയെ. തങ്ങൾ എന്നെ പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആഖിറത്തിൽ എന്നെ ശിക്ഷ വലയം ചെയ്യുമല്ലോ നബിയേ. വഫാത്തായ ഖബറിൽ കിടക്കുന്ന നബിയെ എന്ന് പറയണമെങ്കിൽ തന്നെ 1,00,000 ഹദീസ് മനപ്പാടം വേണം. അവരാണ് പറയുന്നത്. ഇത് ശിർക്കാണോ സഹോദരങ്ങളെ? ഖുർആന്റെ ആയത്ത് ഹദീസ് എടുത്ത് വൃത്തിയാക്കിയാലും ചെയ്യുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നുണ്ടോ? ഇത് ശിർക്കാണോ? ഇവർക്കൊന്നും തൗഹീദും ശിർക്കും തിരിഞ്ഞില്ലേ? ഇവർ നാലുത്തികൾക്ക് മാത്രമേ ഈ ഖുർആനും ഹദീസും തിരിഞ്ഞുള്ളൂ. മനസ്സിലാക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ഓതിയാൽ, ഉസുബിയത്ത് ചൊല്ലിയാൽ, മഹാത്മാക്കളെ വിളിച്ചാൽ ശിർക്കല്ല, അത് കുഫ്റല്ല. അങ്ങനെ സഹായം ചോദിക്കൽ ആരാധനയുടെ പരിധിയിൽപ്പെട്ട പ്രാർത്ഥനയുമല്ല. അവർക്കുള്ള ആരാധനയല്ലേ അല്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കാവുന്ന പ്രശ്നവുമില്ല. എന്തിനധികം ഇമാം നവവി തന്റെ വിശുദ്ധമായ സഹീഹുൽ മുഹദ്ദബ് ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്യാൻ പോയിട്ട് എന്ത് ചെയ്യണം? റസൂലുള്ളാഹി തങ്ങളെ ഇടയാളനാക്കി തവസ്സുൽ ചെയ്യണം. വയതവസ്സലു ബിഹി ഫീ ഹഖി നഫ്സിഹി. റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. വയസ്തഗ്ഫിറു ബിഹി. റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. അത് പുണ്യകർമ്മമാണ് ഇമാം നവവിയെ പോലുള്ള വിശുദ്ധരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത്. പറഞ്ഞു അവരൊക്കെ പ്രചരിപ്പിച്ചവരാണോ? അവർ തൗഹീദ് തിരിയാത്തവരാണോ? ഇതാണ് ഞങ്ങൾ പറയുന്നത്. പൂർവികർ പഠിപ്പിച്ച പാരമ്പര്യത്തിലാണ് ഞങ്ങളുള്ളത്. അവരാരും ഇത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ സഹോദരങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. വിവരമുള്ള ആളുകൾ പൂർവീകരൊക്കെ വിവരമുള്ളവരാണ്. അവരെ തള്ളുക എന്നതാണ് മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുജാഹിദിലെ നേതാവ് പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഈ വിവരമുള്ള പണ്ഡിതന്മാരെ ആരും അംഗീകരിക്കരുത്. കാരണം എന്നെങ്കിലേ അവർക്ക് തോന്നിയത് പറയാൻ പറ്റുകയുള്ളൂ. മുജാഹിദിന്റെ നേതാവ് തന്റെ രണ്ട് ഭാഗവും പൊട്ടുമാറും അയാൾ നിങ്ങൾ കേൾക്കണം. ശംസുൽ ഉലമയെ തള്ളുക, ഖമറുൽ ഉലമയെ
ഉലമയെ തള്ളുക, താജുൽ ഉലമയെ തള്ളുക, അവരൊക്കെ നിങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അയാൾ പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശിയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമയെ തള്ളുക, താജുൽ ഉലമയെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ നേതാക്കളെ നമ്മളെ നേതാക്കൾ അവരൊക്കെ നരകത്തിലേക്കാണ് നയിക്കുന്നത്. ആയിരക്കണക്കായ പണ്ഡിതന്മാരെ മാറ്റിയെടുത്ത നേതാക്കൾ ഉലമാക്കൾ അവരൊക്കെ നരകത്തിലേക്ക് അവർ ജനങ്ങളെ നയിക്കുന്നത്. പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് സ്വർഗത്തേക്കാ മുപ്പര് നേരെ സ്വർഗത്തേക്കാ. നിങ്ങൾ എന്താ ഒന്ന് ആലോചിച്ച് സഹോദരന്മാർ, എന്ത് വിഡിത്തമാണ് പറയുന്നത്. 10,000-കണക്കായ ഉലമാക്കളെ വാർത്തെടുത്ത നേതാക്കളൊക്കെ കാഫിറുകളും അല്ല, അവരൊക്കെ കൊള്ളാരില്ലാത്തവരും നരകത്തിലേക്ക് നയിക്കുന്നവരും. ഇവർ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഈ ശംസുലുലമയെയും ഖമറുലുലമയെയും തള്ളണമെന്ന് മാത്രമാണോ പറയുന്നത്? അല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ തന്നെ ഇവർ തള്ളുകയാണ്. അവർക്ക് ശംസുലുലമയെ തള്ളമെന്ന് പറയുന്നത് മടിയുണ്ടാവും. കേൾക്ക് നിങ്ങൾ, മുജാഹിദ് നേതാവ് ഏറ്റവും മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായി അവർ പരിചയപ്പെടുത്തിയിരുന്ന അബ്ദുൽ സലാം സുല്ലമി റസൂലുള്ളാഹിന്റെ ഹദീസ് തള്ളുന്നതിനെ കുറിച്ച് പറയുന്നത് ഖുർആൻ പച്ചക്ക് തള്ളാൻ അവർക്ക് ഒരു വിഷമം ജനങ്ങൾ വിടൂലല്ലോ. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് വേറോലെയാണ്. ആരാ പറയുന്നത്? ഹദീസ് എന്നുള്ള വാക്ക് പോലും അറബിയിൽ എഴുതാൻ വയ്യാത്ത ജാഹില് പറയാണ് അത് വേറോലെയാണ്. ബുഖാരിയോ? ബുഖാരി എന്നും കൂടി പറയാൻ പറ്റുമോ? ഓനാ പറയണത് അതിന് വേറോലുണ്ട്. എന്താണ് സഹീഹുൽ ബുഖാരിയുടെ സ്ഥാനം? സഹീഹുൽ ബുഖാരിയിൽ എന്താ ഉള്ളത്? ഒന്നും അറിയുകയില്ല. അത്ര വളരെ മോശമായ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് ഖൗമിനെ എത്തിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇതിന്റെ പാപഭാരം അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുക തന്നെ ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ജനമധ്യത്തിലിട്ട് പുച്ഛിച്ച് സംസാരിക്കുന്നവന്റെ പരിണിതി എന്തായിരിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപക്ഷെ അള്ളാഹു കാണിച്ചു കൊടുക്കാതിരിക്കുകയില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിനെ പച്ചക്ക് പുച്ഛിച്ചിട്ടുള്ളൂ. അബ്ദുൽ സലാം സുല്ലമി എന്ന മുജാഹിദിന്റെ നേതാവിനെ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. ഇത് പറയുമ്പോ എന്നാ മറുഗ്രൂപ്പ് ഈ അബ്ദുൽ സലാം സുല്ലമിയുടെ ഗ്രൂപ്പ് മടവൂർ ഗ്രൂപ്പുകാരോ അവര് പറയുന്നത് ഞങ്ങൾ കുട്ടികളെ പ്രത്യേകമായിട്ട് ഹദീസ് തള്ളിയിട്ടില്ല, നമ്മൾ ഒന്നിച്ചിരുന്നപ്പോ തള്ളി ഹദീസിനെ ഞാൻ തള്ളിയിട്ടുള്ളൂ. രണ്ടു കൂട്ടരും മുജാഹിദ് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ അയാൾ പറയുന്നത് അത് മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ്. അത് ആള് മാറിയതൊന്നല്ല, ഇവരെ സിദ്ധാന്തപ്പെട്ട ആളൊന്നല്ല. അങ്ങനെ മുജാഹിദിന്റെ ഹദീസ് പണ്ഡിതനാണ്. നമ്മളെ ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെ മുജാഹിദിന്റെ ഹദീസ് പണ്ഡിതനാണ് നമ്മൾ നേരത്തെ കണ്ടത്. അബ്ദുൽ സലാം സുല്ലമി പറയുന്നത് ഇവരെ ഹദീസ് പണ്ഡിതനായി അംഗീകരിക്കുകയും എന്നെ ഇവർ ജാമ്യയിൽ ജോലിക്ക് നിർത്തിക്കൊണ്ടു പോരുകയും എന്റെ വീട്ടിൽ വന്ന് ഇവരെല്ലാം തന്നെ എന്നെ കത്തെഴുതിയും വീട്ടിൽ വന്നും അവരെ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പുള്ള പ്രശ്നങ്ങളാണിത്. ഇനി ഇതൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പണ്ഡിത ചർച്ചയ്ക്ക് വേണ്ടി 1-2 സിറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ച് അതിനുശേഷം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് മുഖാമുഖങ്ങൾ നടത്തി പിന്നെ ജമിയത്തിൽ തീരുമാനിച്ച് 18 അർത്ഥങ്ങൾ കൊടുത്ത് അതിനൊന്നും എന്തുകൊണ്ട് ഈ പ്രശ്നം ഉദ്ധരിച്ചില്ല? കാരണം 60 ബുഖാരിൽ 60 ഹദീസുകൾ ഒരു ചർച്ചയിലൊന്നും ഈ പരാതി വന്നിട്ടില്ല. അന്നും ഞാൻ നിഷേധിച്ചിരുന്നല്ലോ. ഇപ്പൊ മാത്രം ഞാൻ അജിതിരിക്കാനുള്ള കാരണം ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് വരാത്തതുകൊണ്ടല്ലേ. ഇത് കേട്ടപ്പോ ഇയാളുടെ 6 കൊല്ലത്തെ അരുമ ശിഷ്യനായ സക്കരിയ സലാഹി പറയുകയാണ്. എന്താ പറയുന്നത്? പറയാ സുല്ലമി നിങ്ങൾ അകത്തോട്ട് ഞാൻ കടക്കുന്നു കേട്ടോളി. ഇതായിരുന്നു നിങ്ങള് സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി അദ്ദേഹം എഴുതാൻ ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമി ആത്തരത്തി ഞങ്ങൾ കലക്കും വൈദ്യത്തോടെ. സുല്ലമി ആത്തരത്തി ഞങ്ങൾ കലക്കും വൈദ്യത്തോടെ. സുല്ലമി ആത്തരത്തി ഞങ്ങൾ കലക്കും വൈദ്യത്തോടെ. സ്വഭാവം കൂടി നമ്മൾ മനസ്സിലാക്കി അകത്തറത്തി കലക്കാനായി പറയുന്നത് സഹോദരന്മാരെ റസൂലുള്ളാഹിന്റെ ഹദീസിനെയാണ് നിഷേധിക്കുന്നത്.
നിങ്ങൾ ചിന്തിക്കണം. ഇത് പറയുമ്പോൾ CP ഉമർ സുല്ലമി പറയാം, ഞങ്ങളായിട്ട് പ്രത്യേക ഹദീസ് നിഷേധിച്ചിട്ടില്ല. ഞങ്ങൾ മടവൂർ ഗ്രൂപ്പിന്റെ ആളുകളായ ഞങ്ങൾ ഹദീസ് നിഷേധിക്കുന്നു നിങ്ങൾ പറഞ്ഞത് കൊണ്ടായില്ല. ഞങ്ങൾ നിഷേധിക്കുന്ന ഹദീസ് ഏതാണെന്ന് നമ്പർ ഇട്ട് തരുമോ? CP അബ്ദുൽ ഖാദർ മദനിയും AP അബ്ദുൽ ഖാദർ മൗലവിയും അവരുടെ ലെറ്റർ പേരുന്ന് എഴുതി തരുമോ? അതുകൊണ്ട് നിങ്ങൾ നിഷേധിക്കുന്ന ഹദീസ് അല്ലാതെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. ഒരു തിരും പുരക്കാകാന്ന് പറഞ്ഞതുപോലെ രണ്ട് ഗ്രൂപ്പ് ഹദീസ് നിഷേധികളാണ്. CP ഉമർ സുല്ലമി പറയുന്നു. ഇവരുടെ കേന്ദ്രത്തിന്റെ നേതാക്കന്മാരെല്ലാം ഉണ്ടല്ലോ, AP അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ TP അബ്ദുൽ ഖാദർ മദനി, AP അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ TP അബ്ദുൽ ഖാദർ മദനി, ഇവരൊക്കെ കേന്ദ്രത്തിൽ എത്ര പേരിൽ ആ ഹദീസുകളൊന്ന് എഴുതി തന്നതൊക്കെ ഞങ്ങളതൊന്ന് പ്രസിദ്ധീകരിക്കാം. അതിന്റെ പ്രാമാണികത എല്ലാവർക്കും ഒന്ന് അറിയാമല്ലോ, ഏതാണ് ഈ ഹദീസ്. മറ്റേ സലാമത്തുണ്ടെങ്കിൽ അത് നിഷേധിക്കുന്നു പറഞ്ഞിട്ട് എന്താണ് നിഷേധിക്കുന്നു പറയുന്നില്ല. അത്ര നിഷേധിക്കുന്ന ഹദീസുകൾ ഇവർ സ്ഥാപിക്കുന്നവരാണെങ്കിൽ നമുക്ക് പൊതുജനങ്ങളെ അറിയിക്കാമല്ലോ. അവരൊന്ന് എഴുതി തരട്ടെ, TP അബ്ദുൽ ഖാദർ മദനിയും AP അബ്ദുൽ ഖാദർ മൗലവിയും. അതുകൊണ്ട് അവർ നിഷേധിക്കുന്ന ഹദീസല്ലാതെ സലാമിന്റെ നിഷേധിക്കുന്നില്ല. അവർ നിഷേധിക്കുന്ന ഹദീസല്ലാതെ സലാമിന്റെ നിഷേധിക്കുന്നില്ല. അവർ നിഷേധിക്കുന്ന ഹദീസല്ലാതെ സലാമിന്റെ നിഷേധിക്കുന്നില്ല. അപ്പൊ രണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളാണ്. അപ്പൊ പണ്ഡിതന്മാരെ തള്ളി ഹദീസ് നിഷേധിക്കുന്നവരെയും ഹദീസിനെയും നിഷേധിക്കുകയാണ്, തള്ളുകയാണ്. അതുകൊണ്ട് തന്നെ അവർ എന്തു പറയണമെന്നറിയുന്നില്ല. ഇസ്ലാമികമായി ഇസ്ലാമിന്റെ ഓരോ ഇബാദത്തുകളെയും അവർ വെട്ടിമുറിച്ചുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ല. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. സഹോദരന്മാരെ, നിങ്ങൾക്കറിയില്ലേ, നിസ്കാരത്തിന്റെ ഏറ്റവും പുണ്യകരമായ നിസ്കാരം എന്നത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യകരമായ ഇബാദത്താണ്. അത് ശരിയാവണമെങ്കിൽ നമുക്കറിയാം 5 ഷർത്തുകളുണ്ട്. ഒന്ന് ഉളു, കുളി എന്നീ രണ്ട് വകയിൽ ശുദ്ധിയാക്കി. എന്താണ് ചെറിയ വലിയ ശുദ്ധിയാവല. ഉളു നിർബന്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുറിയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പുറപ്പെടുക, ഇതൊക്കെയാണ്. മുജാഹിദിന്റെ ഉള്ളു കുറച്ച് കടുപ്പുള്ള ഉള്ളതാണ്. നിങ്ങൾ കേട്ടോളൂ. മുജാഹിദ് പറയുന്നു, നമസ്കാരം എന്ന ഈ പുസ്തകത്തിൽ മുജാഹിദിന്റെ നേതാവ് പറയുന്നത് കണ്ടോ? അയാൾ പറയുന്നു, മുറിയുന്ന കാര്യങ്ങൾ താഴെ പറയുന്ന കാരണങ്ങളാൽ ദുർബലപ്പെടുന്നതാണ്. മുജാഹിദിനൊക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കണം. ഒന്ന് മലമൂത്രദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. നമ്മൾ പറഞ്ഞു. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുന്നു, കീഴുവായു ആയാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിലേ മുറിയുകയുള്ളൂ. കീഴുവായു ആരും അറിയാതെ പോയിട്ട് ഒന്ന് മുറിയില്ല. പിന്നെ പ്രകമ്പനം കൊള്ളിക്കുമാർ ഉച്ചത്തിൽ സുനാമി ഉണ്ടാകണം, എന്നാലേ ഒന്നുള്ളൂ പറഞ്ഞാൽ. ഇത് കുറച്ച് കടുപ്പുള്ള ജാതിയാണ്. മുജാഹിദിന്റെ പുസ്തകത്തിൽ മലയാളത്തിൽ എഴുതുന്നല്ലേ ഇവരെ തുറന്ന് നിസ്കാരം ശരിയാവുമോ? ഇതിപ്പോ ചെറിയ. ഇനി വലിയ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കും, ഇത് മുജാഹിദിന്റെ പുസ്തകമാണ്, ജിഹാദ് 88. ഈ പുസ്തകത്തിൽ മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ രേഖപ്പെടുത്തുകയാണ്. വലിയ എന്ന് പറഞ്ഞാൽ എന്താ? കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാണ്. എപ്പോഴാ കുളി നിർബന്ധമാകൽ? വലിയ പുറപ്പെടുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക, അതുപോലെ തന്നെ ആർത്തവരക്തം കുളി നിർബന്ധം. മുജാഹിദ് പറയുന്നത്, പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാത്ത നിലയ്ക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. അല്പം ബീജൊന്നും പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. സൊസൈറ്റിക്ക് കൊടുക്കാൻ മാത്രം കുളിച്ചാൽ മതി. അപ്പൊ ബലിക്കുന്നത് എത്ര അതും മണന്ന് പറയാം. എന്നിട്ട് പറയുന്നത് കഴുകിയ ശേഷം മുഖമെടുത്ത് തുടങ്ങി പോയാൽ മതി. ഇവരെ തുറന്ന് നിസ്കരിച്ചാൽ മാന്യന്മാരായ ആളുകൾ സദസ്സിനും സ്റ്റേജിനൊക്കെ ഉണ്ട്. നിസ്കാരത്തിനെയാണ് വ്യക്തിപ്പെടുത്തത്. ഞങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേതാ മതം? സഹോദരന്മാരെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇത് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. മുജാഹിദിന്റെ ലേറ്റസ്റ്റ് പുസ്തകമാണ് സക്കരിയ സലാഹ് എഴുതിയ പുസ്തകം, നോമ്പിന്റെ വിധിവിലക്ക്. ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? നോമ്പ് വിശദീകരിക്കുന്നില്ല, കാണിച്ചു. അതായത് അത്താഴം കഴിക്കുന്ന സമയം നമുക്കറിയാം സുബഹി ബാങ്കിന്റെ മുൻപാണ്. സുബഹി ബാങ്ക് മുതലുള്ള നോമ്പ് തുടങ്ങാം. മുജാഹിദ് നേതാവ് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾ? അയാൾ പറയുന്നത്, ഈ സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ അത്താഴം കഴിക്കാൻ കുഴപ്പമില്ല, ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷവും അത്താഴം കഴിക്കാൻ വെള്ളം കുടിക്കാൻ അതിന് കുഴപ്പമില്ല. ബാങ്ക് കൊടുത്ത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുക്കൽ. ഇക്കാമത്ത് കൊടുക്കുമ്പോഴും വെള്ളം കുടിക്കാൻ, ഭക്ഷണം കുടിക്കാൻ അതിന് കുഴപ്പമില്ല. ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാം എന്ന് മുജാഹിദുകൾ ഏറ്റവും 2007 അവർ പുറത്തിറക്കിയ പുസ്തകമാണ്.
ഇത് ഏതാ മതം? ബാങ്ക് കൊടുക്കുമ്പോൾ അത്താഴം കഴിക്കാം, ബാങ്കിന് ശേഷം കഴിക്കാം, ഇക്കാമത്ത് കൊടുക്കുമ്പോൾ കഴിക്കാം, ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാം എന്ന് പറയുന്ന ഈ മതം ഏതാ? ഇത് ഏതാ? എത്രത്തോളം ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും ഇത് നോക്കി പുടവ മാസിക മുജാഹിദുകളുടെ വനിതാ മാസിക ഇതിലൊരു ചോദ്യം നിങ്ങളൊന്ന് ചിന്തിക്കും. എന്താണെന്നറിയാം? സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാമോ എന്നാണ്. അത് നമ്മൾ പുരുഷന്മാരിങ്ങനെ കാറോടിമാര് സ്ത്രീകൾ ചില ബൈക്ക് ഓടിച്ചു പോകാമോ എന്നല്ല, അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാമോ? സജീവ പ്രവർത്തകനായ ഗൾഫിലേക്ക് പോയി അവന്റെ ഭാര്യ അതേറെ വലിയ സജീവ പ്രവർത്തകയാണ്. അവർക്ക് പള്ളിക്ക് പോകണം, വയസ്സായ അമ്മാശമായി മാറി അവരുടെ തടിയോടെ നിൽക്കാൻ വയ്യ. പിന്നല്ലേ അപ്പോൾ അവൾ ജീവിതത്തിൽ അടുത്ത വീട്ടിലെ സജീവ IS അവന് ബൈക്കുണ്ട്, അതിന്റെ പിന്നിൽ പോകാൻ പറ്റുമോന്ന. അപ്പൊ സമ്മതി കൊടുക്കുന്ന മറുപടി എന്താ? എന്നാൽ ഇസ്ലാമിൽ ഉദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അന്യ പുരുഷന്റെ കൂടെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. ഇസ്ലാമിന്റെ നിയമം മുജാഹിദ് പറയുകയാണ്. സ്വാഭാവികമായും വരും. ബൈക്കിന്റെ പിന്നിലിരിക്കുമ്പോ നമ്മൾ പുരുഷന്മാരിരിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ. ഒരു ഡ്രൈവർ ഇരിക്കുന്ന അതേ മുന്നിലിരിക്കുന്ന ആള് ഇരിക്കുന്ന അതേ രൂപത്തിൽ ആ ബാക്കിൽ ഇരിക്കുന്ന ആള് പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ. ഒരു കാര്യം കിട്ടും, ഒരു കാര്യം അങ്ങോട്ടും പിടിക്കാൻ. അപ്പൊ രണ്ടു കാലം മുൻഭാഗത്തേക്ക് ഇരിക്കേണ്ടി വരും. അപ്പോഴോ ബാലൻസ് മുന്നിലുള്ള ആളെ പിടിക്കേണ്ടി വരും. പിടുത്തം വരേണ്ട ഏത് ഭാഗത്താണെങ്കിലും ചിന്തിച്ചോളി, ഞാൻ പറയുന്നില്ല. അതാണെങ്കിൽ അന്യനുമാണ്. എന്ത് ചെയ്യും? അപ്പൊ സുന്ദരി കണ്ടറിഞ്ഞത് പത്ത് കൊടുക്കുക. എന്താണെന്നറിയോ? എന്നാൽ പരിസരം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്. പരമാവധി ശ്രമിക്കണം. പിന്നെ ബൈക്കല്ലേ കുണ്ടിന് ചാടി ബാക്കിയോളം പിടിക്കണം, അത് കാര്യമാക്കണ്ട. എന്നിട്ട് ഇയാളൊരു നിബന്ധന പറയുന്നുണ്ട്. അതാ രസം. എന്താണെന്നറിയോ? സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും 24 മണിക്കൂറിന്റെ ഉള്ളിൽ പെണ്ണിനെ തിരിച്ചേൽപ്പിക്കേണ്ടതാകുന്നു. ഒരു രാത്രിയും ഒരു പകലും ദീർഘമാകാത്ത യാത്രയായിരിക്കണം. ഏതാണ്ട് മതവും ചെറുപ്പക്കാരുടെ പെണ്ണിനെ കിട്ടിയ 24 മണിക്കൂർ വേണം. ഇവരെ മതേല, ഇവരെ പ്രവാചകനാരാണ് ഞങ്ങൾക്ക് അറിയാൻ ചോദിക്കാണ് സഹോദരങ്ങളെ. ഇസ്ലാമിനെ വെട്ടിമുറിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വിവരമുള്ളവരെ തള്ളുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. അതിന്റെ ഭാഗമാണ് നമ്മൾ മഹാത്മാക്കളുടെ മക്ബറകൾ നമ്മൾ ആദരിക്കുന്നു. ഡോക്ടർ മസ്താന മക്ബറ, മറ്റ് മഹാത്മാക്കളുടെ മക്ബറ നമ്മൾ ആദരിക്കുന്നു, ബറക്കത്തെടുക്കുന്നു. അത് സുന്നികളായ നമ്മൾ ശിർക്കാണെന്നാണ് മുജാഹിദ് പറയാറുള്ളത്. എന്നാലോ ഞാൻ പറയുന്നത് മക്ബറകളുടെ അവിടെ നടന്ന അനാചാരങ്ങൾ പലതും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അരനൂറ്റാണ്ട് മുമ്പ് സമസ്തയുടെ നേതാക്കൾ അൽബയാൻ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. അതിന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നത് തെറ്റാണ്. പക്ഷെ എന്നാലും മുജാഹിദ് സുന്നികളെ പേരിൽ കെട്ടിവെക്കും. പട്ടാഭി നേർച്ച, കൊണ്ടോട്ടി നേർച്ച, ഇതാണ് സുന്നികളെ നേർച്ച എന്ന് പറഞ്ഞത്. അല്ല, ഹറാമുകൾ എവിടെയുണ്ടെങ്കിലും തെറ്റാണ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്നാലോ മുജാഹിദുകൾ അവിടെ സ്വന്തം ലേബലിൽ സലഫി എന്ന ബാനർ വെച്ച് നടത്തിയുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാരണം ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. മുജാഹിദ് ഏത് സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. അതിലെന്തൊക്കെയാണ് ഹറാമിന്റെ എല്ലാ പ്രവർത്തനവും അതിലുണ്ട്. പരിപാടി ആരംഭിക്കുന്നത് ഫാത്തിഹ ഓതിക്കൊണ്ട്. ഏത് ഫാത്തിഹ? പടച്ച തമ്പുരാൻ ഇറക്കിയ അറബിയിലുള്ള ഫാത്തിഹ അല്ല, നമ്പൂതിരി എഴുതിയ പരിഭാഷ വായിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ആരാണ് അത് ഓതുന്നത്? നമ്മൾ പണ്ഡിതന്മാരോ പുസ്തകങ്ങളോ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ഫാത്തിഹ അത് തീർന്നാനാചാരാണ്. മരിച്ച വീട്ടിൽ ഫാത്തിഹ ഓതിയ തെറ്റാണ്. ഗൾഫിലേക്ക് പോകുമ്പോൾ ഫാത്തിഹ ഓതി പാടില്ലാത്തതാണ് സഹോദരങ്ങളെ. എന്നാൽ മുജാഹിദിന്റെ പരിപാടി തുടങ്ങുന്നത് ഫാത്തിഹ ഓതിക്കൊണ്ടാണ്. ആരാ ഓതുന്നത്? ഔറത്ത് പോലും മറക്കാത്ത പെൺകുട്ടികൾ, യുവതികൾ ഓതുന്നു. മൗലവിമാര് വളരെ ഭവ്യതയോടെ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കാരത്തിൽ പോലും ഇല്ലാത്ത ഖുശൂഅോടുകൂടി നിൽക്കുന്ന രംഗം തുറങ്ങുന്നു. നിങ്ങളൊന്ന് കാണുക. ഇവർ ഏത് സ്വർഗത്തിലേക്കാണ് ജനങ്ങളെ നയിക്കുന്നത് എന്ന് നമുക്ക് അറിയാനും നടന്നു. സുന്നികളുടെ പേരിൽ ഇല്ലാത്തത്, അംഗീകരിക്കാത്ത ആ അനാചാരങ്ങൾ സുന്നികളെ പിറകിൽ കെട്ടിവെച്ച് നിങ്ങളെ നേർച്ചയാണെന്ന് പറഞ്ഞ് മുജാഹിദ് അഭിമാനിക്കാറുണ്ട്. അല്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. മുജാഹിദുകളോ മുജാഹിദ് അവരെ സലഫി എന്ന ലേബൽ വെച്ചുകൊണ്ട് അവർ നടത്തുന്ന പരിപാടി നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ഒന്ന് കാണുക. ആ മുജാഹിദിന്റെ പരിപാടി ഒന്ന് വെച്ചുകൊടുക്കുക. സലഫി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാട്ടിലേരി അബ്ദുള്ള സാഹിബ്, മുസാജിദ് ഫാറൂഖി, സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ
ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, സകലേശന്റെ തിരുനാമത്തിലാരംഭിക്കൂ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനാഥ സകല സ്തോത്രങ്ങളും. പരമകാരുണ്യവാൻ ദാക്ഷിണ്യനികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണമെങ്ങളെ നേരായ മാർഗത്തിങ്കൽ നിന്നനുഗ്രഹ പാത്രമായോ തന്മാർഗങ്ങളിൽ. അങ്ങയാൽ വെറുക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗഭക്തന്മാർ തൻ പാതയുമല്ലനോ. സ്ത്രീയും പുരുഷനും ഹിന്ദുവും മുസ്ലിമും എല്ലാം കലർന്നുകൊണ്ടുള്ള നടത്തിയ പരിപാടിയാണ്. ഒന്ന് കേട്ടോളൂ. സ്വർഗത്തിൽ പോണ പരിപാടിയാണ്. കത്തിച്ചു വെച്ച നിലവിളക്കുകളുടെ മമ്പറ മത്താമിലോ അല്ലെങ്കിൽ അവർക്ക് മസ്താന്റെ അവിടെ നിങ്ങളുള്ള ഉയർന്ന ഒരു വിളക്കുകളുടെ കുക്കറാണ് അനാചാരം. ഇതിനായി കത്തിച്ചു വെച്ചത്. നോക്കൂ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്തുന്ന പരിപാടിയാണ് അതാ മുസ്ലിം യുവതികളെ കൊണ്ട് താലപ്പൊലികൾ ചുരുക്കിന്റെ പ്രവർത്തനം താലപ്പൊലി പിടിച്ചുകൊണ്ടാണ് യുവതികളൊക്കെ മുന്നിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾ കാണാം, ആ കുട്ടിയുടെ തലയിൽ നിന്ന് തല താഴോട്ട് പോകുമ്പോൾ ആ ശരീരത്തിനോട്ടെ ചിങ്ങരെ ചിങ്ങീർന്ന് കരുതി തട്ടം നാട്ടാക്കുന്നത് നിങ്ങൾ കാണാൻ. ഇതാണ് മുജാഹിദിന്റെ സ്വർഗത്തിലെത്താനുള്ള കുറുക്കുവഴി നമ്മൾ മനസ്സിലാക്കുക. മുജാഹിദിന്റെ സക്കരിയ സലാഹി മൂപ്പര് ലേഖനം എഴുതി പട്ടണങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വാഴൊന്നും കേൾക്കാൻ ആർക്കും ഒഴിവില്ല. പിന്നെ ഇതുപോലത്തെ പരിപാടി നടത്തണം മൂപ്പര് ലേഖനം എഴുതി അൽമനാറിന്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് ആളുകൾ നടത്താൻ തുടങ്ങിയത്. ഇപ്പൊ ഈ പരിപാടി എല്ലാ ഭാഗത്തും കുട്ടികൾ നമ്മളിതിന് വെക്കാൻ തുടങ്ങിയപ്പോ മൂപ്പരെന്ത് ചെയ്തു പറഞ്ഞു കേട്ടു. പഠിക്കണം. നമ്മൾ മുജാഹിദീകൾക്ക് അറിയാത്ത കുറെ വിദ്യയുണ്ട്, പഠിക്കണം. നമ്മൾ മുജാഹിദീകൾക്ക് അറിയാത്ത കുറെ വിദ്യയുണ്ട്. ഇപ്പൊ ഈ മ്യൂസിക് ഭയങ്കര തെറ്റാത്. ഇവിടെ ഇപ്പൊ ഞാൻ കേട്ടത് ഇവിടുത്തെ സ്കൂളിൽ നല്ല മ്യൂസിക്കും റിക്കാർഡ് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. എന്തിനാ കൂട്ടരങ്ങൾ കമ്മിറ്റി സ്കൂൾ നടത്തണേ? തിരിച്ചുവിടണത് ഞങ്ങൾ പറഞ്ഞത് ഈ കമ്മിറ്റി മാത്രം പിരിച്ചുവിട്ടിട്ട് കാര്യമില്ല. മുജാഹിദ് ഒന്നാകെ പിരിച്ചുവിടണം ഞങ്ങൾക്ക് പറയാം. അതിന്റെ കാലയളവ് നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കാം, നല്ലൊരു ദിവസം കാണുക, അത്യാവശ്യം തിരിഞ്ഞി വാങ്ങുക, പിരിച്ചുവിടാൻ നോക്കുക. ഇതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സഹോദരന്മാരെ നമുക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഈ പരിപാടി വന്ന ആശയങ്ങൾ